ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ലേൺ വൈസ്. ഇറ്റ്സ് മീ ഷാനി ധർമിഷ്. ലേൺ വൈസിന്റെ ഏറ്റവും പുതിയ ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള ഇഗ്നോ സൂപ്പർ സ്റ്റഡി പ്ലാനിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MA സൈക്കോളജി 2ാം വർഷത്തിൽ ഗ്രൂപ്പ് ബി, അതായത് കൗൺസിലിംഗ് സൈക്കോളജിയെ കുറിച്ചാണ്. അപ്പൊ ഇഗ്നോയില് MA കൗൺസിലിംഗ് സൈക്കോളജി 2ാം വർഷ വിദ്യാർത്ഥികൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അവര് മാത്രമല്ല, 1ാം വർഷ വിദ്യാർത്ഥികളും ഭാവിയിൽ ഈ ഒരു കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരും മറ്റുള്ളവരൊക്കെ തന്നെ ഈ വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ കോമൺ ആയിട്ട് എന്താണ് ഇഗ്നോ സൂപ്പർ സ്റ്റഡി പ്ലാൻ എന്ന് മനസ്സിലാക്കുകയും അതുകൊണ്ടുള്ള ഉപകാരവും അല്ലെങ്കിൽ നമുക്ക് അതെങ്ങനെ ഉപയോഗിക്കാമെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ വീഡിയോയിൽ വളരെ സിമ്പിൾ ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇഗ്നോനെ കുറിച്ച് അറിയാവുന്നവർക്കൊക്കെ തന്നെ അറിയാവുന്ന ഒരു ബേസിക് കാര്യമാണ്. നമുക്കിപ്പോ അഡ്മിഷൻ ആണെങ്കിലും റീ രജിസ്ട്രേഷൻ ആണെങ്കിലും വർഷത്തിൽ 2 തവണ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷൻസും വർഷത്തിൽ 2 തവണ സംഭവിക്കും. അപ്പൊ ഇത്തരത്തിൽ ഇപ്പൊ ഒരു അഡ്മിഷൻ എടുക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ റീ രജിസ്ട്രേഷൻ കാര്യത്തിലേക്ക് ഒരാളെ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പോർട്ടലിൽ കയറിയിട്ട് കൃത്യമായിട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കുന്നതിന് ശേഷം കൃത്യസമയത്ത് അദ്ദേഹത്തിന് പഠനം തുടരാൻ സാധിക്കാതെ വരിക അല്ലെങ്കിൽ വളരെ വൈകിട്ട് പഠനത്തിലേക്ക് കടന്നു വരുന്ന ഒരുപാട് അവസ്ഥകൾ പല ലേണേഴ്സിനും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഇഗ്നോ പോലുള്ള ഒരു ഡിസ്റ്റൻസ് ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുന്ന ഏതൊരു ലേണേഴ്സും അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് ന്യൂആൻസസുകളൊക്കെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാ ലേണർക്കും വളരെ ഫ്ലെക്സിബിൾ ആയ രീതിയിൽ ഒരു 36 വീക്ക് ഏകദേശം വരുന്ന ഒരു സൂപ്പർ സ്റ്റഡി പ്ലാൻ ആണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സൂപ്പർ സ്റ്റഡി പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. മാത്രമല്ല, ഈ ഒരു സ്റ്റഡി പ്ലാൻ കണ്ടു കഴിഞ്ഞതിന് ശേഷം എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങളുടെ ഐഡിയ ഉപയോഗിച്ച് നിങ്ങളുടെ പേഴ്സണൽ സൗകര്യത്തിനനുസരിച്ച് സ്റ്റഡി പ്ലാനിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി നിങ്ങൾക്ക് പ്രിപ്പറേഷൻ നടത്താനും മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇത് നമ്മളൊരു ഫ്ലെക്സിബിൾ സൂപ്പർ സ്റ്റഡി പ്ലാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് സൂപ്പർ സ്റ്റഡി പ്ലാൻ, അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് നിർമ്മിക്കാം എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അപ്പൊ പ്രധാനമായിട്ടും ഒരുപാട് റിസോഴ്സ് മെറ്റീരിയൽസും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും ടൂളുകളും ഒക്കെ വേണം നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയെടുക്കാൻ. ഇഗ്നോനെ സംബന്ധിച്ച് SLM മാത്രമാണ് നമുക്ക് പ്രധാനമായിട്ടും അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത്. എന്നാൽ അത് മാത്രം ഉപയോഗിച്ചിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ്. സോ ലേൺ വൈസിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ലേൺ വൈസിന്റെ സ്റ്റഡി മെറ്റീരിയൽസും റിസോഴ്സുകളും ടൂളുകളും എല്ലാം തന്നെ കണക്ട് ചെയ്തുകൊണ്ട് SLM-നോടൊപ്പം ഇവയെല്ലാം തന്നെ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സൂപ്പർ സ്റ്റഡി പ്ലാൻ വളരെ എഫക്റ്റീവ് ആയ രീതിയിൽ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. സോ ലേൺ വൈസിന്റെ ഇഗ്നോ സൂപ്പർ സ്റ്റഡി പ്ലാനിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ലേൺ വൈസിനെ ബ്രീഫ് ചെയ്യാം. വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഡിഗ്രി PG വിദ്യാഭ്യാസം ഓൺലൈനായിട്ട് പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ് ലേൺ വൈസ് എന്ന് പറയുന്നത്. നിലവിൽ 18 കോഴ്സുകൾക്കുള്ള കോച്ചിങ് നമ്മൾ നൽകുന്നുണ്ട്. അതിൽ 10 ഡിഗ്രി കോഴ്സുകളും 8 PG പ്രോഗ്രാമുകളുമാണ് വരുന്നത്. അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് സൈഡിൽ കാണുന്ന ഈ ഒരു ലിസ്റ്റില് അതില് സെക്കൻഡ് ഇയർ അതുപോലെ തേർഡ് ഇയർ കോച്ചിങ് അവൈലബിൾ ആയിട്ടുള്ള ഡിഗ്രി കോഴ്സുകൾ കാണാം. BA സൈക്കോളജി, BCom, BA ഇംഗ്ലീഷ്, BA സോഷ്യോളജി, BA ഹിസ്റ്ററി, BBA എന്നിവയാണവ. ഇനി PG കോഴ്സുകളിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ഇയർ കോച്ചിങ് അവൈലബിൾ ആയിട്ടുള്ള PG കോഴ്സുകളാണ് അവിടെ കാണുന്നത്. MA സൈക്കോളജി, MCom, MA ഇംഗ്ലീഷ്, MA സോഷ്യോളജി, MBA എന്നിവ. സോ ഈ 11 കോഴ്സുകളിലേക്കും സെക്കൻഡ് ഇയർ അതുപോലെ തന്നെ തേർഡ് ഇയർ അഡ്മിഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. ഉടനടി തന്നെ നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം സീറ്റുകളൊക്കെ പെട്ടെന്ന് തന്നെ ഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉടനടി നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സ്പെഷ്യൽ ഓഫേഴ്സും നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട്. സോ ഉടൻ അഡ്മിഷന് വേണ്ടിയിട്ട് താഴെ കാണുന്ന മൊബൈൽ നമ്പർ 7994441049 എന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സപ്പ് വഴിയോ ബന്ധപ്പെടുക. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് MA കൗൺസിലിംഗ് സൈക്കോളജി 2ാം വർഷത്തിന്റെ ഇഗ്നോ സൂപ്പർ സ്റ്റഡി പ്ലാനിലേക്ക് കടക്കാം. ഹലോ, മൈസെൽഫ് ഗൗരി. ഞാൻ ലേൺ വൈസിലെ സൈക്കോളജി മെൻറ്ററാണ്. എല്ലാവരും ഇഗ്നോ സൂപ്പർ സ്റ്റഡി പ്ലാനിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. പേപ്പറും പേനയും ഒക്കെ ആയിട്ട് എല്ലാവരും ഓടി റെഡി ആയിട്ട് വാ കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ടു ദി ഇഗ്നോ സൂപ്പർ സ്റ്റഡി പ്ലാൻ. അപ്പോൾ എന്താണ് ഈ സൂപ്പർ സ്റ്റഡി പ്ലാൻ എന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. അതിന് മുന്നേ എന്തൊക്കെയാണ് ഈ ഒരു സൂപ്പർ സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നതെന്ന് ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞുതരാം. ഈ സൂപ്പർ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിൻലി 4 സ്റ്റേജസ് ആണ്. അല്ലെങ്കിൽ ആ 4 സ്റ്റേജസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ഒരു സൂപ്പർ സ്റ്റഡി പ്ലാനിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ ആ 4 സ്റ്റേജസ് എന്തൊക്കെയാണ്, ആ 4 സ്റ്റേജസിൻ്റെ പേരുകൾ എന്തൊക്കെയാണ്, അത് എത്ര ഡ്യൂറേഷനുള്ള ഒരു പീരീഡ് ഓഫ് ടൈമാണ്, അതൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ആദ്യം പറയാൻ പോകുന്നത്. അപ്പം എല്ലാവരും പേപ്പറും പേനൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഈ നമ്മുടെ സൂപ്പർ സ്റ്റഡി പ്ലാനിൽ 4 സ്റ്റേജസ് ഉണ്ട്. അതായത് ഫേസ് 0, ഫേസ് 1, ഫേസ് 2, ഫേസ് 3, അങ്ങനെ മൊത്തം 4 സ്റ്റേജസ്. അതിലെ ആദ്യത്തെ ഫേസ് 0 തൊട്ട് ഏറ്റവും അവസാനം വരുന്ന ഫേസ് 3 വരെ എന്ന് പറയുന്നത് ഒരു 36 വീക്സ് ഉള്ള ഒരു ലോങ് ഡ്യൂറേഷൻ ഓഫ് ടൈമിലേക്കുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചേക്കുന്നത്.
അപ്പോൾ ആ ഒരു ഫേസ് 0 എന്ന് പറയുന്ന, അതായത് ആദ്യത്തെ ആ ഒരു ഫേസ് എന്ന് പറയുന്നത് പ്രിപ്പറേറ്ററി ലോഞ്ച് പാഡ് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ഫേസാണ്. ആ ഫസ്റ്റ് ഫേസ് നമ്മൾ കടന്നു കഴിയുമ്പോഴേക്ക് അടുത്ത സ്റ്റേജിലേക്ക്, അതായത് ഫേസ് 1 ഫൗണ്ടേഷൻ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു രണ്ടാമത്തെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തും. അതൊരു 2 വീക്സ് തൊട്ട് 13 വീക്സ് വരെയുള്ള ഒരു ഡ്യൂറേഷനുള്ള ഒരു ഫേസാണ്. പിന്നെ വരുന്ന ഫേസ് 2 എന്ന് പറയുന്നത് അവിടെ ഒരു കോൺസെപ്ച്വൽ കമാൻഡ് എന്നാണ് നമ്മൾ ആ ഒരു ഫേസിനെ വിളിക്കുന്നത്. 14th വീക്ക് തൊട്ട് 25th വീക്ക് വരെയുള്ള ഒരു ടൈം ഡ്യൂറേഷനാണ് നമ്മൾ ആ ഒരു കോൺസെപ്ച്വൽ കമാൻഡ് എന്ന് പറയുന്ന ഫേസിൽ ഉദ്ദേശിക്കുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഫേസ് 3, അതായത് ലാസ്റ്റ് സ്റ്റേജ് 4th സ്റ്റേജിൽ നമ്മൾ എക്സാമിനേഷൻ എക്സലൻസ് 26th വീക്ക് തൊട്ട് 36th വീക്ക് വരെയുള്ള ഒരു ടൈം പീരീഡാണത്. അവിടെ നമ്മൾ കൂടുതലും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്നതിനെ പറ്റിയും അതിൻ്റെ റിവിഷനെ പറ്റിയും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഫേസുകളും എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. ജസ്റ്റ് അതിന് മുന്നേ ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇത് ഈ ഓരോ ഫേസും ആണ് നിങ്ങളുടെ ഒരു ഫൈനൽ ഔട്ട്പുട്ടിലേക്ക്, നിങ്ങളുടെ ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സാം അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് വരിക, അല്ലെങ്കിൽ നല്ല രീതിയിൽ നോളജ് എൻഹാൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതിൽ ഈ ഒരു 4 സ്റ്റേജിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ഫേസും ഓരോ സ്റ്റേജും വളരെ ശ്രദ്ധയോടുകൂടിയും അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടും നിങ്ങൾക്ക് പ്രവർത്തിക്കാനും അല്ലെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങളെ സ്ട്രക്ചർ ചെയ്ത് പ്ലാൻ ചെയ്യാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യമേ ആശംസിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ 4 സ്റ്റേജുകളിലും ഓരോ ഫേസും ഒരു 25% വീതം നമ്മൾ ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ, അങ്ങനെ 4 ഫേസിൽ നമ്മളൊരു 25% എന്നങ്ങനെ വളരെ നിസ്സാരമായ ഒരു 25% നമ്മൾ ഓരോ ഫേസിലും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഒരു 100% റിസൾട്ട് നമുക്ക് ഏറ്റവും അവസാനം നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ഓരോ ഫേസിലെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതിന് മുന്നേ എന്താണ് ഈ സൂപ്പർ സ്റ്റഡി പ്ലാനിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, എന്തൊക്കെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. ഈ ഇഗ്നോയിൽ നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചപ്പോൾ നിങ്ങൾക്ക് പല തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ് കാണും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഫ്ലെക്സിബിളായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഇഗ്നോ ചൂസ് ചെയ്തത്. അപ്പം അതേ ഒരു അജണ്ട തന്നെയാണ് ഈ സൂപ്പർ സ്റ്റഡി പ്ലാനിനുമുള്ളത്. നിങ്ങൾക്ക് ഫ്ലെക്സിബിളായിട്ട് ഏത് സമയത്തും നിങ്ങളുടെ പേഴ്സണൽ സ്കെഡ്യൂളിനനുസരിച്ച് പഠിക്കാനായിട്ട് ഈ ഒരു സ്റ്റഡി പ്ലാൻ ഉപയോഗിച്ച് സാധിക്കും. അങ്ങനെ ആ ഒരു പഠനം എന്ന് പറയുന്ന ആ ഒരു ലേണിംഗ് പ്രോസസ്സ് മൊത്തത്തിൽ ചിയർഫുൾ ആവാൻ, നല്ല അടിപൊളിയാവാൻ വേണ്ടിയിട്ട് ലേൺവൈസ് നിങ്ങളുടെ കൂടെ നിൽക്കും. അതായത് അതിപ്പോൾ വീഡിയോ ലെക്ചേഴ്സിൻ്റെ സഹായത്തോടു കൂടി ആവാം, അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂ ആഡഡ് നോട്ട്സും എക്സാം PDയും അങ്ങനെ ബാക്കിയുള്ള റിസോഴ്സസ് യൂസ് ചെയ്തിട്ടായിരിക്കാം, മെൻറ്റേഴ്സിൻ്റെ ഹെൽപ്പ് വെച്ചായിരിക്കാം. അങ്ങനെ ഏത് തരത്തിലും നിങ്ങളുടെ ആ ഒരു ലേണിംഗ് എക്സ്പീരിയൻസിനെ കൂടുതൽ മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട് ലേൺവൈസ് നിങ്ങളുടെ കൂടെ നിൽക്കും. പിന്നെ അതേപോലെ സെൽഫ് ഡയറക്റ്റഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ്, അതായത് എത്രയൊക്കെ നിങ്ങൾക്കൊരു കാര്യത്തെ എക്സ്പ്ലോർ ചെയ്ത് പഠിക്കാൻ പറ്റും, എത്രത്തോളം കാര്യങ്ങളെ മനസ്സിലാക്കിയും അത് അപ്ലൈ ചെയ്തും ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരു സെൽഫ് ഡയറക്റ്റഡ് ലേണിങ്ങിലേക്ക് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കാൻ ഈ ഒരു സ്റ്റഡി പ്ലാനിലൂടെ സാധിക്കും. അതുമാത്രമല്ല നിങ്ങളുടെ തന്നെ ഒരു ഹെൽത്തും വെൽബീയിങ്ങും ഒക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, റാദർ ദാൻ ഒരു പഠനത്തെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എടുക്കാതെ വളരെ ചിയർഫുള്ളായിട്ട്, വളരെ ഹാപ്പി ആയിട്ട്, വളരെ ഹെൽത്തി ആയിട്ട് ഈ ഒരു സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിനെ മൊത്തത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ലേൺവൈസിൽ നിന്നും വേണ്ടുന്ന ഹെൽപ്പുകളും ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതിപ്പോൾ ഹാപ്പിനെസ് അംബാസിഡറിൻ്റെ രൂപത്തിലായിക്കോട്ടെ, മെൻറ്റേഴ്സിൻ്റെ രൂപത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസിലൂടെ എല്ലാം നിങ്ങളുടെ ഒരു ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിനെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പം ആ ഒരു കാര്യത്തിൽ ഓരോ ലേണേഴ്സും വളരെ ശ്രദ്ധയോടുകൂടി അവരുടെ ആ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല്, അത് പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുന്നത് വഴി, പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്നത് വഴിയൊക്കെ ശ്രദ്ധിക്കാനും അത്തരം കാര്യങ്ങൾക്കെല്ലാം പ്രയോറിറ്റൈസ് ചെയ്യുന്നതിന് വേണ്ടിയും ഒക്കെ ഈ ഒരു സൂപ്പർ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം.
അതുപോലെ തന്നെ ഈ ഒരു സൂപ്പർ സ്റ്റഡി പ്ലാനിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ ഫ്ലെക്സിബിളായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു സ്റ്റഡി പ്ലാനിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും അത് കുറച്ചും കൂടി നിങ്ങളുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്കെഡ്യൂളിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾ തന്നെ ഒരു എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ലേൺവൈസിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സസ് മാക്സിമം യൂസ് ചെയ്യുക. അതുവഴി ഒരു ഗ്രേറ്റർ അക്കാഡമിക് സക്സസ്സിലേക്ക് എത്താൻ ശ്രമിക്കുക എന്നൊക്കെയുള്ളതാണ് നിങ്ങളുടെ പ്രധാനമായ ഡ്യൂട്ടീസ്. അതുപോലെ എപ്പോഴും ഒരു സ്റ്റഡി പ്ലാൻ സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഇടണം. അതിന് നമ്മൾ ഓരോരുത്തരും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എഫേർട്ട് ഇടുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതിലാണ് ഇതിൻ്റെ സക്സസ് ഇരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഓരോരുത്തരും ചെയ്യും എന്നുള്ള കാര്യം മാക്സിമം ഉറപ്പ് വരുത്തുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് കയറാം. ആ സ്റ്റഡി പ്ലാനിൻ്റെ ഫസ്റ്റ് ഫേസ് ആയിട്ടുള്ള ഫേസ് 0 പ്രിപ്പറേറ്ററി ലോഞ്ച് പാഡ് എന്ന് പറയുന്നത്, നമ്മുടെ ഫസ്റ്റ് വീക്കിൽ നമ്മൾ ഒരു പ്രിപ്പറേഷനാണ് നടത്തേണ്ടത്. നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന കോഴ്സിനെ പറ്റി, നമ്മുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസിനെ പറ്റി, സബ്ജക്ട്സിനെ പറ്റിയൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽഡ് നോളജിന് വേണ്ടിയിട്ട് നമ്മൾ മാനസികമായി തയ്യാറെടുക്കുന്ന ഒരു ഫേസാണ് ഈ പ്രിപ്പറേറ്ററി ഫേസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പ്രിപ്പറേറ്ററി ലോഞ്ച് പാഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് വീക്കിലെ പ്രധാനമായ ടാസ്കുകൾ ഈ ഒരു കോഴ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷന് നിങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ നിങ്ങളെ ഒരു കോട്ട് റിമൈൻഡ് ചെയ്യിക്കുകയാണ്. ആർതർ ആഷെ പറഞ്ഞ ഒരു കോട്ടാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സ്റ്റാർട്ട് വെയർ യു ആർ, യൂസ് വാട്ട് യു ഹാവ്, ഡു വാട്ട് യു ക്യാൻ. അതായത് എവിടെയാണോ നിങ്ങളുടെ കയ്യിൽ എന്താണോ കൈവശമുള്ളത്, ആ കൈവശമുള്ളത് വെച്ച് എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് ആ പോയിന്റിൽ വെച്ച് ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. വിത്തൗട്ട് എനി ഡിലേ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള റിസോഴ്സ് വെച്ചിട്ട് അത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്ത് കാണിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഈ ഒരു കോട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഫസ്റ്റ് വീക്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആ ഒരു സൂപ്പർ സ്റ്റഡി പ്ലാൻ ഞാൻ നിങ്ങൾക്ക് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീക്കിൽ നമ്മളുടെ ആ ഒരു ലോങ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ തയ്യാറെടുക്കുന്ന ആ ഒരു ഫേസ് ആണല്ലേ. അപ്പം ആ ഒരു ഫൈനൽ സക്സസ്സിലേക്ക് നമ്മൾ എത്തുന്നത് ഈ ഒരു പ്രിപ്പറേഷൻ കൊണ്ടായിരിക്കും. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഈ പ്രിപ്പറേറ്ററി വീക്കിൽ ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതിനകത്തിൽ ഡേ 1ഉം ഡേ 2ഉം, അതായത് ഫസ്റ്റ് വീക്കിലെ ഫസ്റ്റ് 2 ദിവസവും നമ്മൾ സിലബസ് എക്സ്പ്ലോർ ചെയ്യാനും സിലബസുമായിട്ട് ഫെമിലറൈസ് ആവാനുമാണ് നോക്കേണ്ടത്. അതിനകത്തിൽ മെയിൻലി നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളുടെ സിലബസ് ഒന്ന് വായിച്ചു നോക്കുക. അതായത് ആ സിലബസിലെ ഓരോ സബ്ജക്റ്റിൻ്റെയും കോഡുകൾ, അതായത് MPCE 021, MPCE 022, MPCE 023, 046 എന്നൊക്കെ പറയുന്ന കുറച്ച് കോഡുകളുണ്ട്. അപ്പോൾ ആ കോഡുകൾ, അതിൻ്റെ സബ്ജക്റ്റ് ഏതാണ്, അതിനകത്തിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്, എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നൊക്കെയുള്ള കാര്യമാണ് നിങ്ങൾ മെയിൻലി നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ മെയിൻലി ചെയ്യേണ്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ ഒരു സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു നോക്കുക. നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സിലബസിൻ്റെ ആ ഒരു സ്ട്രക്ചറും ആ കോഴ്സ് നമ്മളിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ എന്ത് കൈൻഡ് ഓഫ് നോളജ് എൻഹാൻസ് ചെയ്യാനാണ് അവിടെ നോക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഗ്നോവിൻ്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ലേൺവൈസിൻ്റെ പോർട്ടലിൽ തന്നെ ഈ ഒരു സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ച് നോക്കുന്നത് വഴി ഈ ഒരു മൊത്തത്തിൽ ഈ ഒരു കോഴ്സിനെ പറ്റി, ഈ ഒരു സിലബസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറും ഒരു അനാലിസിസും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു എന്തൊക്കെ ടോപ്പിക്കുകളുണ്ട്, എന്തൊക്കെ സബ് തീമുകൾ അതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്, ഓരോ കോഴ്സിൻ്റെയും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും കോഡ് എന്താണ് എന്നൊക്കെയുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ 2 ദിവസത്തെ ആക്ടിവിറ്റി. അത് കഴിഞ്ഞ് ഡേ 3ലേക്ക് വരുമ്പോൾ ലേൺവൈസിൻ്റെ റിസോഴ്സസ് നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നോക്ക്. ലേൺവൈസ് പ്ലാറ്റ്ഫോമിൽ എന്തൊക്കെയാണ് ഉള്ളത്, എങ്ങനെയാണ് വീഡിയോസ് കാണുന്നത്, എങ്ങനെയാണ് വാല്യൂ ആഡഡ് നോട്ട്സ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, എക്സാംപീഡിയ എങ്ങനെ റെഫർ ചെയ്യാം, അതേപോലെ അതിനകത്തിൽ ഒരുപാട് ടെസ്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ടെസ്റ്റുകളൊന്നും ഇപ്പോഴേ ചെയ്ത് നോക്കണം എന്നല്ല, പക്ഷേ എവിടെയാണ് ടെസ്റ്റുകൾ കിടക്കുന്നത്, അതേപോലെ മറ്റ് റിസോഴ്സസ് ഒരുപാട് നമ്മുടെ ആപ്പിൽ ഉണ്ട്. ആ റിസോഴ്സസ് ഒക്കെ എങ്ങനെയാണ് നോക്കുന്നത് എന്നൊക്കെയുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അതേപോലെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഇൻട്രൊഡക്ടറി വീഡിയോസ് ഉണ്ട്. ഓരോ സെക്ഷനിലും എങ്ങനെയാണ് ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യേണ്ടത്, എന്താണ് ഈ ഒരു
കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ആ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോസും കൂടി കാണുന്നത് വഴി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നിങ്ങൾക്ക് കിട്ടും, എങ്ങനെ ഈ റിസോഴ്സസിനെ മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ. അതാണ് ഡേ 3 നിങ്ങളുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഡേ 4 വരുമ്പോൾ നിങ്ങൾ തന്നെ സ്റ്റഡി സ്കെഡ്യൂൾ, അതായത് ഏത് ഒരു ദിവസം എനിക്ക് എത്ര നേരം പഠിക്കാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ കവർ ചെയ്യേണ്ടത്, ഒരു ദിവസം ഞാൻ എത്ര വീഡിയോസ് കാണും, അത്തരം കാര്യത്തിൽ ഒരു പേഴ്സണലായിട്ടുള്ള കുറച്ച് അക്കാഡമിക് ഗോൾസ് സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതായത് എൻ്റെ പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ്സ്, അതായത് ഇപ്പോൾ ഫാമിലി ആവാം അല്ലെങ്കിൽ ജോബ് ആവാം, അതൊക്കെ കഴിഞ്ഞിട്ട് എത്ര നേരം എനിക്ക് പഠിക്കാൻ കിട്ടും, എനിക്ക് മറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ലാതെ ഫുള്ളി എനിക്ക് പഠിത്തത്തിലേക്ക് എത്ര നേരം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യം. അങ്ങനെ ഒരു പേഴ്സണൽ ഗോള് സെറ്റ് ചെയ്യാനും അത് സ്റ്റഡി സ്കെഡ്യൂളിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ എങ്ങനെ സാധിക്കും എന്നുള്ള കാര്യമൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഡേ 4 നിങ്ങളുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. 5th ഡേയിലേക്ക് വരുമ്പോൾ എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ പഠിക്കാനായിട്ടിരിക്കുമ്പോൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്സ് നമുക്ക് വേണമല്ലേ. അപ്പോൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാത്ത ഒരു എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ടിവിയുടെ അടുത്തുനിന്ന് മാറിയിരിക്കുക, അതിന് സ്വന്തമായിട്ട് കുറച്ച് സ്ഥലം ശരിയാക്കുക. അങ്ങനെ എന്തൊക്കെ ഒരു പഠിത്തത്തിന് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ സെറ്റാക്കാനുണ്ടോ അതെല്ലാം ഈ ഒരു 5th ഡേയിൽ സെറ്റാക്കുക. അപ്പോൾ അന്ന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് ബുക്കും പേനയും മാർക്കറും സ്കെച്ചും ഒക്കെ വേണമെങ്കിലും റെഡിയാക്കി കൊണ്ടുവരിക. പിന്നെ നമുക്ക് പഠിക്കാനിരിക്കുമ്പോൾ എല്ലാം അടുത്തടുത്ത് വേണം, ആ ഒരു രീതിയിൽ. പിന്നെ 6th ഡേയിലും 7th ഡേയിലും എന്ന് പറഞ്ഞാൽ ഒന്ന് പയ്യെ സ്റ്റാർട്ട് ചെയ്യുക. അതായത് നമുക്ക് അടുത്ത ദിവസം തുടങ്ങാം എന്നുള്ള രീതിയിൽ നീട്ടി വെക്കാതെ 6th and 7th ഡേയിൽ തന്നെ പയ്യെ വളരെ ചെറുതായിട്ട് ഒരു ലൈറ്റ് റീഡിങ് നടത്തുക. ഇപ്പോൾ MPC 021 ഒരു ഇൻട്രൊഡക്ടറി ടോപ്പിക്കുകൾ എന്താണ്, ഒരു കൗൺസിലിംഗ് സൈക്കോളജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഒരു കീ റോൾ എന്താണ്, അതിൻ്റെ ആവശ്യം എന്താണ്, അത്തരം രീതിയിലുള്ള ഒരു ഇൻട്രൊഡക്ടറി പോലെ ഒരു ടോപ്പിക്കുകൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വേണമെങ്കിൽ ജസ്റ്റ് കീ പോയിൻറ്റ്സ് എന്തൊക്കെയാണ് ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ മെയിൻലി പഠിക്കണം എന്നൊക്കെയുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. തറവായിട്ട് അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നല്ല, പക്ഷേ ആ ഒരു പ്രോസസ്സിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു ഇൻട്രൊഡക്ടറി ടോപ്പിക്സ് ഒക്കെ ഒന്ന് വായിച്ചിരിക്കുക എന്നുള്ളതാണ് 6th and 7th ഡേയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ ലേണിംഗ് സ്ട്രാറ്റജിയാണ് ഈ ഫേസ് 0 അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എന്തൊക്കെയാണ്, നമ്മൾ ഏതൊരു മൈൻഡ് സെറ്റാണ് നമ്മൾ വെക്കേണ്ടത് എന്നുള്ള കാര്യമാണ്. ആദ്യത്തെ കാര്യം തന്നെ ആക്റ്റീവായിട്ടുള്ളൊരു എൻഗേജ്മെൻ്റ് ആണ്. അതായത് ഒരു കാര്യം പഠിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ അത് പല തരത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതിപ്പോൾ വേണമെങ്കിൽ വീഡിയോസ് കണ്ട് നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ ചാപ്റ്ററുകൾ ചുമ്മാ ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചിട്ട് പഠിക്കാം, സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കി പഠിക്കാം. അപ്പോൾ ഏത് രീതിയാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഫക്റ്റീവ് ആവുന്നത് അതേതാണെന്ന് മനസ്സിലാക്കി ആക്റ്റീവായിട്ട് ആ ഒരു പഠനം എന്ന് പറയുന്ന പ്രോസസ്സിൽ എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. അതിന് മാനസികമായി തയ്യാറെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എപ്പോഴും പഠനം അല്ലെങ്കിൽ എപ്പോഴും ജോലി, എപ്പോഴും ആ ഒരു രീതിയിൽ നിൽക്കാതെ പഠനവും അതേപോലെ നമ്മുടെ ലെഷർ ആക്ടിവിറ്റീസ്, നമ്മുടെ ഫ്രീ ടൈം വളരെ പീസ്ഫുള്ളായിട്ടും ഹാപ്പി ആയിട്ടും എൻജോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കണം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിഫ്ലക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. റിഫ്ലക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യുകയാണ്. അതായത് എൻ്റെ ഗോൾസ് ഇന്ന് എത്രത്തോളം ഞാൻ അച്ചീവ് ചെയ്തു, ഇനി എത്രത്തോളം വർക്ക് ചെയ്താൽ ഞാൻ എൻ്റെ അൾട്ടിമേറ്റ് ഗോളിലേക്ക് എത്തിച്ചേരും എന്നൊക്കെയുള്ള രീതിയിൽ ഒരു പേഴ്സണൽ റിഫ്ലക്ഷൻ ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ഒക്കെ നടത്തുന്നത് വഴി നമ്മളുടെ ആ ഒരു അൾട്ടിമേറ്റ് ഗോളിലേക്ക് എത്തിച്ചേരാനും നമുക്ക് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഫേസ് 0 അല്ലെങ്കിൽ സ്റ്റേജ് 1 ആയിട്ടുള്ള ഒരു പ്രിപ്പറേറ്ററി ലോഞ്ച് പാഡിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഒരു ഫസ്റ്റ് വീക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കംപ്ലീഷനിലേക്ക് എത്തുമ്പോൾ ഫേസ് 0 അല്ലെങ്കിൽ പ്രിപ്പറേറ്ററി ലോഞ്ച് പാഡിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്യണം ഈ കോഴ്സിനെ പറ്റിയും, ഈ കോഴ്സിൻ്റെ ഡിമാൻഡ് എന്താണ്, എന്തൊക്കെ അവൈലബിൾ റിസോഴ്സസ് എനിക്കുണ്ട്, എൻ്റെ സ്റ്റഡി പ്ലാൻ എന്താണ്, എൻ്റെ ഗോൾ എന്താണ്,
എത്രത്തോളം ഞാൻ ഫോക്കസ് ചെയ്യണം എൻ്റെ ഈ ഒരു ജേണിയിൽ, അത്തരം കാര്യങ്ങളെപ്പറ്റി ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഫേസിൻ്റെ ഉദ്ദേശം. ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ഫേസാണ്. കാര്യം നമ്മുടെ തുടക്കം നന്നായാൽ ഒടുക്കവും നന്നായി നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയിൽ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെ വ്യക്തമായ ഒരു ധാരണ വെക്കുന്നതോടുകൂടി അത് നമ്മൾ ഫിസിക്കലി മെൻ്റലി നമ്മുടെ ഈ ഒരു ലോങ് ജേണിയിലേക്ക് നമ്മൾ തയ്യാറായി കഴിയുമ്പോൾ തന്നെ നമ്മുടെ പകുതി ജോലി കഴിയും, അല്ലെങ്കിൽ ഒരു കാൽഭാഗം ജോലി നമ്മുടെ അവിടെ കഴിഞ്ഞു. ആ ഒരു രീതിയിൽ നിങ്ങളെ മാനസികമായി തയ്യാറെടുക്കുക, ആ ഒരു കാര്യം മാത്രമാണ് ഈ ഒരു ഫസ്റ്റ് വീക്കിൽ നിങ്ങൾ അക്കംപ്ലിഷ് ചെയ്യേണ്ടത്. ആ ഒരു കാര്യം അക്കംപ്ലിഷ് ചെയ്തു എന്ന് ഉറപ്പായി കഴിയുമ്പോഴേക്കെത്തി വരികയായി നമ്മളുടെ അടുത്ത ഫേസ് അഥവാ സെക്കൻഡ് സ്റ്റേജ്, ഫേസ് 1 ഫൗണ്ടേഷൻ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഫൗണ്ടേഷൻ ഫോർട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സെക്കൻഡ് വീക്ക് തൊട്ടാണ്. സെക്കൻഡ് വീക്ക് തൊട്ട് ഏകദേശം ഒരു 13th വീക്ക് വരെ ഉള്ള ഒരു ജേണിയാണ് നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ നമ്മുടെ ഫൗണ്ടേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഫോർട്ടിഫൈ ചെയ്യുന്നതിന് മുന്നേ, ഷാൽ ഐ റിമൈൻഡ് യു സംതിങ്? സോക്രട്ടീസ് എന്ന് പറയുന്ന നമ്മളുടെ തത്വചിന്തകൻ പറഞ്ഞ ഒരു കോട്ടുണ്ട്, എഡ്യൂക്കേഷൻ ഈസ് ദ കിൻലിംഗ് ഓഫ് എ ഫ്ലെയിം, നോട്ട് ദ ഫില്ലിംഗ് ഓഫ് എ വെസൽ. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പടരുന്ന അല്ലെങ്കിൽ ആളിക്കത്തുന്ന ഒരു തീ പോലെയാണ്, റാദർ ദാൻ ഏതെങ്കിലും ഒരു വെസലിൽ ഒഴിച്ചു വെച്ചേക്കുന്ന, അല്ലെങ്കിൽ ചുമ്മാ ഒരു വെസലിൽ നമ്മൾ വെള്ളം ഒഴിച്ചു വെക്കുമ്പോൾ എന്താ അത് ആ ഒരു ഷേപ്പിൽ തന്നെ അങ്ങനെ ഇരിക്കത്തല്ലേ ഉള്ളൂ. അതേസമയം ഫ്ലെയിം എന്ന് പറഞ്ഞാൽ എന്താ, ആളിക്കത്തുകയല്ലേ. ആ ആളിക്കത്തുന്ന ഫ്ലെയിം പോലെയാണ് എഡ്യൂക്കേഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു എഡ്യൂക്കേഷനിൽ ആ ഒരു നോളജും ആളിക്കത്തട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ നമ്മുടെ അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ്. ആ ഒരു വീക്ക് 2 തൊട്ട് 13th വീക്ക് വരെയുള്ള ആ ഒരു ജേണിയിൽ നമ്മൾ നമ്മുടെ ഫൗണ്ടേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. നമ്മുടെ ആ ഒരു കോർ നോളജിനെ ബിൽഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം സെക്കൻഡ് വീക്കിൽ നമ്മൾ തുടങ്ങുന്നത് MPCE 021 എന്ന് പറയുന്ന കൗൺസിലിംഗ് സൈക്കോളജിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു കൗൺസിലിംഗ് സൈക്കോളജിയുടെ ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 2 ആണ് നമ്മൾ ആദ്യത്തെ ഒരു 2 ആഴ്ച കൊണ്ട് കവർ ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീക്ക് 2 അതായത് നമ്മുടെ പ്രിപ്പറേറ്ററി ലോഞ്ച് പാഡ് കഴിഞ്ഞ് വീക്ക് 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കൗൺസിലിംഗ് സൈക്കോളജിയുടെ ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു കൗൺസിലിംഗ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കൗൺസിലർ എന്ന് പറയുന്ന ആ ഒരു ഏരിയ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ വീക്ക് 2 നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് അതിൻ്റെ വീഡിയോ ലെക്ചേഴ്സ് കാണാനായിട്ട്, അതായത് വീഡിയോ ലെക്ചേഴ്സ് കണ്ടിട്ട് അതിൻ്റെ ഒരു ഡെഫിനിഷൻ, അതേപോലെ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കൗൺസിലർ, അല്ലെങ്കിൽ വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് കൗൺസിലിംഗ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോ ലെക്ചേഴ്സ് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ സെക്കൻഡ് വീക്കിൽ ചെയ്യേണ്ടത്. ഈ വീഡിയോസ് കാണുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ വാല്യൂ ആഡഡ് നോട്ട്സും എക്സാം PDയും റെഫർ ചെയ്യാനും അതുവഴി ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സ്റ്റഡി, ഒരു കൗൺസിലിംഗ് എക്സ്പീരിയൻസിനെ പറ്റിയും കൗൺസിലറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയും ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ഈ വീക്കിൽ വീഡിയോ ലെക്ചേഴ്സും വാനും അതേപോലെ എക്സാം PDയും ഒക്കെ റെഫർ ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം നമ്മൾ നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലായി എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫൈനൽ ഒബ്ജക്റ്റീവ് ടെസ്റ്റും കൂടി എടുക്കണം. എന്നിട്ട് ആ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യാനും ഒക്കെ നോക്കുക. പിന്നെ നമ്മൾ വീക്ക് 3 ഫസ്റ്റ് 2 വീക്കിലും നമ്മൾ പറഞ്ഞല്ലോ ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 2 ഓഫ് ഇൻട്രൊഡക്ഷൻ ടു കൗൺസിലിംഗ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കൗൺസിലർ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് വീക്ക് 3 വരുമ്പോൾ നമ്മൾ പ്രോസസ് ഓഫ് കൗൺസിലിംഗ് ആണ് നോക്കുന്നത്. അതായത് എന്തൊക്കെ പ്രോസസ്സാണ് ചെയ്യുന്നത്, വേരിയസ് സ്റ്റെപ്സ് ആൻഡ് സ്റ്റേജസ് ഇൻ കൗൺസിലിംഗ് പ്രോസസ്സ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ കാണുക. അത് കഴിഞ്ഞിട്ട് വീഡിയോസ് കാണുന്നതിൻ്റെ കൂടെ തന്നെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആർ ഇൻഫ്ലുവൻസിങ് ദി കൗൺസിലിംഗ് പ്രോസസ്സ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു കോൺസെപ്റ്റും കൂടി വായിച്ച് നോക്കുമ്പോഴേക്കെത്തി അത്രയേ ഉള്ളൂ നമ്മുടെ വീക്ക് 3 എന്ന് പറയുന്ന ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ ഈ പ്രോസസ് ഓഫ് കൗൺസിലിംഗ് മാത്രം നോക്കിയാൽ മതി. അത് കഴിഞ്ഞ് വീക്ക് 4 വരുമ്പം തിയറിറ്റിക്കൽ അപ്രോച്ചസ് ടു കൗൺസിലിംഗ് ആൻഡ് എത്തിക്സ് ഇൻ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ് നോക്കേണ്ടത്. അവിടെയും ഈ പറയുന്നത് പോലെ തന്നെ ഒരു ഡിഫറെൻറ്റ് കൗൺസിലിംഗ് അപ്രോച്ചസിനെ പറ്റിയും അതിൻ്റെ എത്തിക്കൽ ഇംപ്ലിക്കേഷൻസിനെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ആപ്പിലുണ്ട്. ആ വീഡിയോസ് കാണുക, അതിൻ്റെ നോട്ട്സുകൾ വായിക്കുക,
എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ ഏകദേശം ഒരു വീക്ക് 4 എത്തുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കണ്ടൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പയ്യെ അസൈൻമെൻറ്റും കൂടി ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കുക. അതായത് സ്പെസിഫിക് കൗൺസിലിംഗ് അപ്രോച്ചിനെ പറ്റിയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് അസൈൻമെൻറ്റിലുണ്ട്. അതൊക്കെ പയ്യെ സ്റ്റാർട്ട് ചെയ്യാനും അതിൻ്റെ ആൻസേഴ്സ് ജസ്റ്റ് ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്യാനും ഒക്കെയാണ് ഈ ഒരു വീക്ക് 4 നമ്മൾ ചെയ്യേണ്ടത്. വീക്ക് 5 പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ ടു അസസ്മെൻറ്റ് ആൻഡ് അസസ്മെൻറ്റ് കോംപ്ലക്സിറ്റീസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഉണ്ട്. അതിനകത്തിൽ പ്രിൻസിപ്പിൾസ് ആൻഡ് കോംപ്ലക്സിറ്റീസ് ഇൻ സൈക്കോളജിക്കൽ അസസ്മെൻ്റ് ആണ്. അതിനകത്തിലാണ് കൂടുതൽ ഫോക്കസ്. അതായത് നമ്മൾ വീക്ക് 4 MPCE 021 കഴിഞ്ഞു. ആകെ അത്രയും ഉള്ളൂ MPCE 021 എന്ന് പറയുന്നത്. അപ്പം വീക്ക് 5 നമ്മൾ ഒട്ടും താമസിക്കാതെ തന്നെ MPCE 022 അടുത്ത സബ്ജക്റ്റ് തുടങ്ങുകയാണ്. നമ്മൾ അസസ്മെൻറ്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെയും ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 2 ആണ് നമ്മൾ ഈ ഒരു ടൈം പീരീഡിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. വീക്ക് 5 വീക്ക് 6 വീക്ക് 7 അതായത് വീക്ക് 5 to 7 നമ്മൾ ഈ ഒരു അസസ്മെൻറ്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസിൻ്റെ 2 ബ്ലോക്കുകളാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ വീക്ക് 5 നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു അസസ്മെൻറ്റ് ആൻഡ് അസസ്മെൻറ്റ് കോംപ്ലക്സിറ്റീസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ നോക്കുന്നതും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ലെക്ചേഴ്സ്, അതായത് പ്രിൻസിപ്പിൾസ് ആൻഡ് കോംപ്ലക്സിറ്റീസ് ഇൻ സൈക്കോളജിക്കൽ അസസ്മെൻ്റ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ വാല്യൂ ആഡഡ് നോട്ട്സും എക്സാം PD റെഫർ ചെയ്യുന്നതും ഓർക്കുക. അതുപോലെ തന്നെ അസൈൻമെൻറ്റും കൃത്യമായി പ്ലാൻ ചെയ്യുക. എങ്ങനെയാണ് ഒരു അസൈൻമെൻറ്റിനെ ഫോക്കസ് ചെയ്യേണ്ടത്, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസസ്മെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ള രീതിയിലുള്ള അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് വെക്കാനും നോക്കണം. പിന്നെ വീക്ക് 6 വരുമ്പോൾ നമ്മൾ ആംബിയൻസ് ആൻഡ് ക്ലൈമറ്റ് ഫോർ അസസ്മെൻറ്റ് ആൻഡ് ആസ്പെക്ട്സ് ടു ബി കവേർഡ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് നോക്കുന്നത്. അവിടെയും നമ്മൾ റീഡിങ്ങും അതേപോലെ വീഡിയോ ലെക്ചേഴ്സ് കാണുക, അതുവഴി നോട്ട്സ് ഉണ്ടാക്കുക. എങ്ങനെ ഈ വീഡിയോ ലെക്ചേഴ്സിനകത്തിലെല്ലാം കൊടുത്തേക്കുന്ന കണ്ടൻറ് എന്ന് പറയുന്നത് നമ്മുടെ കൗൺസിലിംഗ് ആൻഡ് അസസ്മെൻറ്റിൻ്റെ ഒരു കൺഡ്യൂസീവ് എൻവയോൺമെൻറ്റിനെ പറ്റിയൊക്കെയാണ് ആ ഒരു വീഡിയോ ലെക്ചേഴ്സിൽ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണുക, അതിൻ്റെ നോട്ട്സുകൾ എഴുതി വെക്കുക, അതേപോലെ തന്നെ SLM ഒക്കെ വായിക്കുക എന്നൊക്കെയുള്ള ഈ കാര്യങ്ങളാണ് നിങ്ങൾ ആ ഒരു വീക്കിൽ ചെയ്യേണ്ടത്. വീക്ക് 7 എന്ന് പറയുമ്പോൾ അപ്രോച്ചസ് ടു കൗൺസിലിംഗ്, സൈക്കോഡൈനാമിക് ആൻഡ് കോഗ്നിറ്റീവ് അപ്രോച്ചസ് ഉണ്ടല്ലോ. ആ ഒരു സൈക്കോഡൈനാമിക് അപ്രോച്ചിനെ പറ്റിയും കോഗ്നിറ്റീവ് അപ്രോച്ചിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് അവൈലബിൾ ആണ്. അത് കാണുക. അതുപോലെ തന്നെ നമ്മൾ ആ വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളും കൂടി എടുക്കുന്നതോടുകൂടി വീക്ക് 7 നമ്മുടെ എല്ലാ ഡ്യൂട്ടീസും കംപ്ലീറ്റഡ് ആവും. പിന്നെ നമുക്ക് വീക്ക് 8 to 10 MPCE 023 ഇൻ്റർവെൻഷൻസ് ഇൻ കൗൺസിലിങ്ങിൻ്റെ ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 2 ആണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ വീക്ക് 8 നമ്മൾ സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻസ് മേജർ മൊഡാലിറ്റീസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അതിൻ്റെ വീഡിയോ ലെക്ചേഴ്സും അതിനകത്തിൽ വേരിയസ് സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻസ് ഇൻ കൗൺസിലിംഗ് അതൊക്കെയാണ് നോക്കേണ്ടത്. അതേപോലെ സൈക്കോ അനാലിസിസ്, സൈക്കോ ഡൈനാമിക് കൗൺസിലിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത ഏരിയാസാണ് നിങ്ങൾ റീഡ് ചെയ്യുകയും വേണ്ടുന്നത് വീക്ക് 8. പിന്നെ വീക്ക് 9 വരുമ്പോൾ ഇൻസൈറ്റ് ആൻഡ് ഷോർട്ട് ടേം കൗൺസിലിംഗ് ആൻഡ് ഇൻ്റർപേഴ്സണൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. അതിനകത്തിലും മെത്തേഡ്സ് ആൻഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് ഇൻസൈറ്റ് ആൻഡ് ഷോർട്ട് ടേം കൗൺസിലിംഗ് എന്ന് പറയുന്ന ഏരിയ ആണ് കൂടുതൽ. അതിൻ്റെ വീഡിയോസ് കാണുക, അതിൻ്റെ ലെക്ചേഴ്സ് പ്രിപ്പയർ ചെയ്യുക, നോട്ട്സ് വായിക്കുക, SLMൽ നിന്ന് നോട്ട്സ് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യുക. അത്തരം കാര്യങ്ങളൊക്കെയാണ് വീക്ക് 9 ചെയ്യേണ്ടത്. വീക്ക് 10 എന്ന് പറയുമ്പോൾ കൗൺസിലിംഗ് ചിൽഡ്രൻ ആൻഡ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഏരിയ ആണ് ആ ഒരു ടൈമിൽ കവർ ചെയ്യാനായിട്ട് നോക്കേണ്ടത്. അപ്പം അണ്ടർസ്റ്റാൻഡ് ദി നുവാൻസസ് ഓഫ് കൗൺസിലിംഗ് ചിൽഡ്രൻ ആൻഡ് ദി ബേസിസ് ഓഫ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ കൗൺസിലിംഗ്. അപ്പോൾ കോഗ്നിറ്റീവ് ബിഹേവിയറൽ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റുകളും അതേപോലെ ചിൽഡ്രനെ കൗൺസിൽ ചെയ്യുമ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു ഏരിയയിൽ മെയിൻലി വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് വീക്ക് 11 to 13 ഫോക്കസ് ചെയ്യേണ്ടത് MPCE 046 എന്ന് പറയുന്ന അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജിയുടെ ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 2 ആണ്. കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ വീക്ക് 11 ഫൗണ്ടേഷൻസ് ഓഫ് പോസിറ്റീവ് സൈക്കോളജി ആൻഡ് പോസിറ്റീവ് ഇമോഷണൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ലെക്ചേഴ്സ് കാണാനും അതുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റ്സ് റീഡ് ചെയ്യാനുമാണ് നോക്കേണ്ടത്. അതായത് ഫൗണ്ടേഷണൽ കോൺസെപ്റ്റ്സ് ഓഫ് പോസിറ്റീവ് സൈക്കോളജി ആൻഡ് റോൾ ഓഫ് പോസിറ്റീവ് ഇമോഷണൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന തന്നെ ഒരു ഏരിയ ഉണ്ട്. അതിൻ്റെ വീഡിയോസ് കാണാനും ലെക്ചേഴ്സ് കണ്ടിട്ട് നോട്ട്സ് സ്വന്തം
നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ശ്രമിക്കാം. വീക്ക് 12 നമ്മൾ പോസിറ്റീവ് കോഗ്നിറ്റീവ് സ്റ്റേറ്റ്സ് ആൻഡ് പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ് നോക്കേണ്ടത്. അതിനകത്തിൽ നമ്മുടെ റെസിലിയൻസ്, ഒപ്റ്റിമിസം എന്നൊക്കെ പറയുന്ന കുറച്ച് കീ കോൺസെപ്റ്റുകളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് കാണാനും നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനും ഒക്കെയാണ് ഈ ഒരു വീക്ക് 12 നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതേപോലെ വീക്ക് 13 നമ്മുടെ ആപ്ലിക്കേഷൻസ് ഓഫ് പോസിറ്റീവ് സൈക്കോളജി, അതായത് പോസിറ്റീവ് സൈക്കോളജി നമുക്ക് ഏതൊക്കെ സിറ്റുവേഷൻസിൽ ഏതൊക്കെ സെറ്റിങ്സിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ലെക്ചേഴ്സ് കാണാനായിട്ടാണ് ഈ ഒരു വീക്ക് 13 നോക്കേണ്ടത്. അതേപോലെ തന്നെ അസൈൻമെൻറ്റിൻ്റെ കാര്യവും ഈ ഓരോ വീക്കിൽ നമ്മൾ കടന്നു പോകുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട അസൈൻമെൻറ്റ്സും കൂടി നോക്കണം എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു ബ്ലോക്ക് തീരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് അസൈൻമെൻറ്റിലുണ്ടോ, അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ചുമ്മാ റഫ് ഡ്രാഫ്റ്റ് ചെയ്യാനും, അത് മെൻറ്ററിൻ്റെ അടുത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അങ്ങനെ ആ ഒരു റഫ് ഡ്രാഫ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു വീക്ക് 13 നമ്മൾ പോസിറ്റീവ് സൈക്കോളജിയുടെ ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2ഉം കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ആ ഒരു ഫേസ് 1 കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഫേസ് 1 കഴിയുമ്പോഴേക്കെത്തി നമുക്ക് ഈ ഒരു അസൈൻമെൻറ്റിൻ്റെ കാര്യവും ഒന്ന് ഫൈനലൈസ് ചെയ്യാനും, അത് ഇപ്പോൾ ഒന്ന് സബ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ കറക്ഷന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് എത്തുന്ന ആ ഒരു പോയിന്റിലേക്ക് നമുക്കൊരു 13th വീക്കൊക്കെ ആകുമ്പോഴേക്കെത്തി എത്താനായിട്ട് മാക്സിമം ട്രൈ ചെയ്യണം. അപ്പം അതോടുകൂടി നമ്മുടെ ഫേസ് 1 തീരുകയാണ്. അതായത് നമ്മളെ ഫൗണ്ടേഷൻ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ് വൺ ഓഫ് ദി ചാലഞ്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൺ ഓഫ് ദി എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് അവിടെ കഴിയുകയാണ്. അപ്പോൾ ഈ ഫേസ് 1 ഫൗണ്ടേഷൻ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ നമ്മുടെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി സെഷൻസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതായത് വീഡിയോ ലെക്ചേഴ്സ് കാണാനും അതുവഴി അത് ബന്ധപ്പെട്ട നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനും അത് ആ നോട്ട്സ് റീഡ് ചെയ്യാനും SLMഉം വാല്യൂ ആഡഡ് നോട്ട്സും ഒക്കെ റീഡ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിയെടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്നത് ഫോക്കസാണ്. അപ്പോൾ അങ്ങനെ വളരെ ലേസർ ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി സെഷൻസ് പ്രിപ്പയർ ചെയ്യാനും അതിനകത്ത് ആ ഒരു സ്റ്റഡി സെഷൻസ് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നോട്ട്സുകൾ അത് കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ നടത്താനും ആ ഒരു സമ്മറി നോട്ട്സിൻ്റെയും ഒക്കെ ഒരു സഹായത്തോടു കൂടി ലേണിംഗ് നമുക്ക് പഠിച്ച കാര്യങ്ങൾ വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഓർത്തെടുക്കാനും ഒക്കെ ഈ ഒരു റിവിഷൻ ആൻഡ് സമ്മറി നോട്ട്സിൻ്റെ ഒരു ഹെൽപ്പോടു കൂടി നമുക്ക് സാധിക്കും. പിന്നൊന്ന് സെൽഫ് ക്വിസിങ് ആണ്. അതായത് എന്തെങ്കിലും കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടുണ്ട്, ആ ഒരു ഏരിയയ്ക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കണം, അതിനകത്തിൽ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ഏരിയ കൂടുതൽ ഇൻഡൽജ് ചെയ്ത് പഠിക്കാനൊക്കെ ശ്രമിക്കേണ്ടത് ഈ ഒരു ഫേസ് 1 ഒരു ടൈമിലാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാനായിട്ടും ഒക്കെ ഈ ഒരു ഫേസ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അതേപോലെ നമ്മുടെ ഈ ഒരു ഫേസ് 1 കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു കോർ ബേസ് നമുക്ക് കിട്ടണം. അതിനകത്തിൽ അസൈൻമെൻറ്റ്സ് ഇപ്പോൾ എഴുതുമ്പോഴായിക്കോട്ടെ, അതിനകത്തിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു റിസർച്ച് ചെയ്യുവാണ്, അസൈൻമെൻറ്റ് എഴുതുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയൊക്കെ നടത്തുവാണെന്നുണ്ടെങ്കിൽ അതെല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ, ആ ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അപ്കമിങ് ആയിട്ടുള്ള സ്റ്റഡി സെഷൻസ് ഇഫക്റ്റീവ് ആവുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഓവറോൾ സക്സസ്സിന് വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് 1 തന്നെ വളരെ ഇഫക്റ്റീവായിട്ടും തറവായിട്ടും നമുക്ക് കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഈ ഒരു ഫേസ് 1 നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യാനും അതേപോലെ എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഡൗട്ടും ക്ലാരിഫിക്കേഷനും ഒക്കെ ആ ഒരു ഡൗട്ടൊക്കെ മാറി ആ ഒരു ക്ലാരിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ ഈ ഒരു ഫേസ് 1 മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അതോടുകൂടി നമ്മുടെ ഫേസ് 1 തീർന്നു. ഇനി നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ്. അതായത് സ്റ്റേജ് 3 ആണിത്. സ്റ്റേജ് 3 ആയിട്ടുള്ള ഫേസ് 2 കോൺസെപ്ച്വൽ കമാൻഡിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് 14th വീക്ക് തൊട്ട് 25th വീക്ക് വരെയാണ് നമ്മുടെ ഈ ഒരു കോൺസെപ്ച്വൽ കമാൻഡ് എന്ന് പറയുന്ന ഫേസ് 2 നമ്മുടെ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്ച്വൽ കമാൻഡിൽ ആ പേര് പറയുന്നത് പോലെ എന്തായിരിക്കും, നമ്മൾ കൂടുതൽ കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാനും ആ ഒരു കോൺസെപ്റ്റിനെ കൂടുതൽ സ്ട്രോങ് ആക്കാനുമാണ്. നമ്മളിപ്പോൾ ഒരു
ഫൗണ്ടേഷൻ ലെവലിലല്ലേ നിൽക്കുന്നത്. ഫൗണ്ടേഷൻ നമ്മൾ കെട്ടിപ്പൊക്കി, അത് കൂടാണ്ട് കോൺസെപ്ച്വൽ കമാൻഡ് വരുന്നതിന് വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും ഒരു ബിൽഡിങ് നമ്മൾ പണിഞ്ഞ് പോകുന്നത് പോലെ തന്നെ നമ്മൾ ആദ്യം ഫൗണ്ടേഷൻ റെഡിയാക്കിയതിന് ശേഷം പിന്നെ ബിൽഡിംഗ് ബ്ലോക്ക് പോലെ നമ്മുടെ നോളജ് വെച്ച് ഏറ്റവും അവസാനം ഒരു വലിയ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു വലിയ ബിൽഡിങ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് പോലെ അടുത്തൊരു ഫേസാണിത്. ഈ ഒരു ഫേസിൽ നമ്മൾ കൂടുതൽ നമ്മുടെ കോൺസെപ്റ്റിനകത്തിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സബ്ജക്റ്റിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആ ഒരു ഫേസാണ് ഫേസ് 2 എന്ന് പറയുന്നത്, അതായത് കോൺസെപ്ച്വൽ കമാൻഡ് എന്ന് പറയുന്നത്. വീക്ക് 14 തൊട്ട് വീക്ക് 25 വരെയാണ് ഈ ഒരു ഫേസ് പോകുന്നത്. ഈ ഒരു ഫേസ് തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് BB കിങ് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണ് നിങ്ങളോട് പറയേണ്ടത്. ദ ബ്യൂട്ടിഫുൾ തിങ് അബൌട്ട് ലേണിംഗ് ഈസ് ദാറ്റ് നോബഡി ക്യാൻ ടേക്ക് ഇറ്റ് അവേ ഫ്രം യു. അതായത് നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചെടുത്ത ആ ഒരു നോളജ് എന്ന് പറയുന്നത് വേറെ ആർക്കും നിങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ അതിനെ ഇല്ലാണ്ടാക്കാനോ പറ്റില്ല. അത് നിങ്ങളുടെ സ്വന്തമാണ്. അപ്പോൾ ലൈഫ് ലോങ് നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ള നോളജ് എന്ന് പറയുന്നത് മാത്രമാണ് നമ്മളുടെ ഒരു സമ്പത്തെന്ന് പറയുന്നത്, അല്ലേ? അത് വേറെ ആർക്കും എടുത്തുകൊണ്ട് പോകാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം, അതായത് ഇത് നിങ്ങൾക്ക് ലൈഫ് ലോങ് ഉള്ള ഒരു അസറ്റാണ്. ആ ഒരു അസറ്റിനെ ബിൽഡ് ചെയ്യാനാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ അത്രയും സീരിയസ്നെസ്സോട് കൂടി തന്നെ നിങ്ങൾ ഈ ഒരു ഫേസിനെയും എടുക്കണം എന്നുള്ള കാര്യമാണ് ഈ ഒരു കോട്ടിലൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഈ ഒരു കോൺസെപ്ച്വൽ കമാൻഡ് എന്ന് പറയുന്ന ആ ഒരു ഫേസിലേക്ക് കടക്കാം. വീക്ക് 14 to 25 വരെയാണ് ഈ ഒരു ഫേസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. അപ്പം നമ്മൾ ഓൾറെഡി കൗൺസിലിംഗ് സൈക്കോളജിയുടെയും പോസിറ്റീവ് സൈക്കോളജിയുടെയും ഒക്കെ ആദ്യത്തെ 2 ബ്ലോക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അത് തന്നെ ഇനി വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ വീണ്ടും സ്റ്റഡീസിനെ കൂടുതൽ ഇൻഡെപ്തായിട്ട് നമ്മൾ പഠിക്കുകയാണ്. അപ്പം നമ്മൾ വീക്ക് 14 to 16 നമ്മൾ MPC 021 എന്ന് പറയുന്ന കൗൺസിലിംഗ് സൈക്കോളജി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോവുകയാണ്. അപ്പം ഈ ഒരു വീക്ക് 14 നമ്മൾ എത്തിക്സ് ഇൻ കൗൺസിലിംഗ് ആണ് നോക്കുന്നത്. വീഡിയോ ലെക്ചേഴ്സ് ആൻഡ് റീഡിംഗ് ആണ് നിങ്ങൾ മെയിൻലി ചെയ്യേണ്ടത്. അതായത് നമ്മുടെ എന്തൊക്കെ എത്തിക്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെ എത്തിക്കൽ പ്രിൻസിപ്പിളാണ് കൗൺസിലിങ്ങിൽ നമ്മൾ നോട്ട് ചെയ്യാനുള്ളത് എന്നുള്ള കാര്യം നമ്മൾ വീഡിയോ ലെക്ചേഴ്സ് വഴി മനസ്സിലാക്കണം. അതേപോലെ തന്നെ SLM കൂടെ വായിച്ച് നോക്കുക, നോട്ട്സ് വേണ്ടിടത്ത് നോട്ട്സ് റെഡിയാക്കാനായിട്ട് ശ്രമിക്കുക. അത്തരം പ്രോസസ്സ് സെയിം തന്നെയാണ്, നമ്മുടെ കണ്ടൻറ്റ് മാത്രമേ മാറുന്നുള്ളൂ. കുറച്ചും കൂടി നമ്മൾ സബ്ജക്റ്റിലേക്ക് ഇറങ്ങി ചെല്ലുന്നു എന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു സെൽഫ് റിഫ്ലക്ഷനും കൂടി നടത്തണം. അതായത് ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു റിയൽ ലൈഫ് സിനേരിയോ ആണ്. നമുക്ക് ഇനി ഫ്യൂച്ചറിൽ വരേണ്ട ഒരു സിറ്റുവേഷനാണത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു എത്തിക്സ് എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യും, അതേപോലെ നമ്മുടെ ഒരു പേഴ്സണൽ റെസ്പോൺസ് എന്തായിരിക്കണം, ഒരു കേസ് വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, അതിൻ്റെ എത്തിക്കൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എത്തിക്കലി നമുക്ക് എങ്ങനെ ഒരു ക്ലയൻറ്റിനെ ഡീൽ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളൂ. ഈ ഒരു ടൈം പീരീഡിൽ ഈ വീഡിയോ ലെക്ചേഴ്സ് കാണുന്നത് വഴി അല്ലെങ്കിൽ നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുന്നത് വഴി റീഡിങ് നടത്തുന്നത് വഴി ഈ ഒരു എത്തിക്കൽ ബിൽഡിംഗ് ആണ് നിങ്ങൾ ഈ ഒരു ബ്ലോക്കിലൂടെ ഈ ഒരു ചാപ്റ്ററിലൂടെ നോക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒരു പ്രാക്ടിക്കൽ സെൻസിലും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ വീക്ക് 15 വരുമ്പോൾ കൗൺസിലിങ്ങിൻ്റെ മോഡൽസ് ആൻഡ് അപ്രോച്ചസ് ആണ് നോക്കേണ്ടത്. അതിനകത്തിലും ഈ പറയുന്ന പോലെ വീഡിയോ ലെക്ചേഴ്സ് കാണുക, SLM വായിക്കുക. അതിനകത്തിൽ വേരിയസ് മോഡൽസ് ആൻഡ് അപ്രോച്ചസ് ഇൻ കൗൺസിലിംഗ് ഉണ്ട്. അതിനകത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം. അതേപോലെ ഈ മോഡൽസും അപ്രോച്ചസും എങ്ങനെ നമുക്ക് ഇഫക്റ്റീവായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഒരു സിറ്റുവേഷനിൽ എന്നുള്ള കാര്യത്തിൽ അവെയർ ആയിരിക്കണം. അതുവഴി ഒരു സെൽഫ് സ്റ്റഡി ആക്ടിവിറ്റിയിൽ നിങ്ങൾ കൂടുതലായിട്ട് ഇൻഡൽജ് ചെയ്യണം. അതായത് എങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് മോഡൽ ഉപയോഗിച്ച് നമുക്കൊരു കൗൺസിലിംഗ് നടത്താം, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് വന്ന് നമുക്കതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ ഒരു സെൽഫ് സ്റ്റഡി അല്ലെങ്കിൽ ഒരു സെൽഫ് ഇവാലുവേഷൻ ഈ ഒരു ടൈം പീരീഡിൽ നടത്തണം. പിന്നെ വീക്ക് 16 എന്ന് പറയുമ്പോൾ നമ്മുടെ ടൈപ്സ് ഓഫ് കൗൺസിലിംഗ് ആണ്. എന്തൊക്കെ ടൈപ്സ് ഓഫ് കൗൺസിലിംഗ് ഉണ്ട്, ഇപ്പോൾ നമ്മുടെ ഒരു ക്രോണിക് ഇൽനെസ് വരുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് എങ്ങനെയാണ് കൗൺസിലിംഗ് കൊടുക്കേണ്ടത്, അത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ടൈപ്സ് ഓഫ് കൗൺസിലിംഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതും ഒരു പ്രാക്ടിക്കൽ ലൈഫ് സിനേരിയോയിൽ ആലോചിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിൻ്റെയൊക്കെ കൂടെ തന്നെ അസൈൻമെൻറ്റിൽ നമ്മൾ പാരലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അതായത് ഇൻഡെപ്ത് ആയിട്ട് ഇപ്പം അസൈൻമെൻറ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വലിയ essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ എഴുതാം.
ആ ഒരു രീതിയിൽ ആൻസറിനെ സ്ട്രക്ചർ ചെയ്യാനും അസൈൻമെൻറ്റിനെ കൂടെ സ്റ്റഡീസിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകാനും നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. അതോടുകൂടി നമ്മുടെ MPCE 021 എന്ന് പറയുന്ന കൗൺസിലിംഗ് സൈക്കോളജി നമ്മൾ കഴിയും. പിന്നെ നമുക്ക് വീക്ക് 17 ടു വീക്ക് 19 MPCE 022 അസസ്മെൻറ്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പഠിക്കാം. നമ്മൾ ആദ്യത്തെ ഒരു ഫേസിൽ ആദ്യത്തെ 2 ബ്ലോക്കെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ഫേസിൽ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ MPCE 022 അസസ്മെൻറ്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസിൻ്റെ വീക്ക് 17 നമ്മൾ അസസ്മെൻറ്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് എന്ന് പറയുന്ന ആ ഒരു സ്പെസിഫിക് ഏരിയ തന്നെ, ആ ഹെഡിങ് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അത് അവിടെയും നമ്മൾ വീഡിയോ ലെക്ചേഴ്സ് കാണുക, അതിൻ്റെ നോട്ട്സുകൾ വായിക്കുക, ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തുക, അത്രയും കാര്യങ്ങളാണ് വീക്ക് 17 ചെയ്യേണ്ടത്. വീക്ക് 18 നമ്മൾ ഓർഗനൈസിങ് ആൻഡ് പ്ലാനിങ് കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ, അതായത് എങ്ങനെയാണ് ഒരു കൗൺസിലിംഗ് സെഷൻ നമ്മൾ ഓർഗനൈസ് ചെയ്യേണ്ടത്, അത് എങ്ങനെ പ്ലാൻ ചെയ്യണം, അതിന് വേണ്ടുന്ന ഗൈഡൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രോഗ്രാംസ് നമുക്ക് ക്ലയൻറ്റുകളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്, അതെങ്ങനെയാണ് ഒന്ന് ചാർട്ട് ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടൈം പീരീഡിൽ സെറ്റ് ചെയ്യേണ്ടത്. അവിടെയും നിങ്ങൾ സ്വന്തമായിട്ടൊരു കൗൺസിലിംഗ് പ്രോഗ്രാം ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കണം. അതായത് ഞാൻ നാളെ കൗൺസിലിംഗ് ചെയ്യാനിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കേസ് വരുവാണ് എന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ എങ്ങനെ ആ ഒരു കൗൺസിലിംഗ് ടൈം പീരീഡിനെ സ്ട്രക്ചർ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് സ്വന്തമായിട്ടുള്ള രീതിയിൽ ഒരു സെൽഫ് ഇവാലുവേഷനും നടത്തേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ അസൈൻമെൻറ്റും വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. വീക്ക് 19 നമ്മൾ മെത്തേഡ്സ് ഓഫ് ഇവാലുവേഷൻ ഇൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ് പഠിക്കുന്നത്. അവിടെ നമ്മുടെ കൗൺസിലിങ്ങിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുകയാണ് നമ്മൾ, എന്തൊക്കെ ഗൈഡൻസ് പ്രോഗ്രാം ഈ ഒരു ടൈം പീരീഡിൽ കൊടുത്താൽ നന്നാവും എന്നൊക്കെയുള്ള കാര്യം, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഏരിയയിൽ പഠിക്കുന്നത്. അപ്പോൾ നാളെ നമ്മളൊരു കൗൺസിലിംഗ് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ ഓക്കെ അതിന് ആ ഒരു കൗൺസിലിംഗ് ഏരിയയെ ഇങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ അയാളെ ഈ ഒരു രീതിയിലാണ് കൺസിഡർ ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു ഏരിയ പഠിക്കുന്നത് വഴിയാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കാം. സെൽഫ് ഇവാലുവേഷൻ നമ്മൾ നടത്തുമ്പോഴും ഒരു ഗൈഡൻസ് പ്രോഗ്രാം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു കൗൺസിലിങ്ങിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യം സ്വയം ഇവാലുവേറ്റ് ചെയ്ത് പഠിച്ചാൽ നമുക്കത് പഠിക്കാനും അത് ഭാവിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും. ഇതോടുകൂടി നമ്മുടെ MPCE 022 എന്ന് പറയുന്ന ആ ഒരു ഏരിയയും കഴിയുകയാണ്. പിന്നെ നമ്മൾ അടുത്ത ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിൽ തന്നെ വീക്ക് 20 to 22 നമ്മൾ MPCE 023 ഇൻ്റർവെൻഷൻസ് ഇൻ കൗൺസിലിംഗ് അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ആണ് നോക്കുന്നത്. അതിനകത്തിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു ബേസ് ലെവൽ കടന്ന് നമ്മളൊരു ഇച്ചിരി കൂടി അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് നിൽക്കുന്നത് കാരണം വീക്ക് 20 21 22 നമ്മൾ ഇച്ചിരി കൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പഠിക്കുക എല്ലാ സബ്ജക്റ്റിൻ്റെയും. അപ്പം ഇൻ്റർവെൻഷൻസ് ഇൻ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയയുടെ വീക്ക് 20 അതർ കൗൺസിലിംഗ് ഇൻ്റർവെൻഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് കൗൺസിലിങ്ങിലെ തന്നെയുള്ള ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഏറ്റവും നുവാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റഡിയിങ് ടെക്നിക്കുകൾ, അതേപോലെ എങ്ങനെയാണ് ഒരു കേസ് സ്റ്റഡി നടത്തേണ്ടത്, അപ്രോപ്രിയേറ്റ് ആയിട്ട് ഏതൊക്കെ ഇൻ്റർവെൻഷൻസ് കൊടുക്കാം എന്നുള്ള രീതിയിലുള്ള ഡിസ്കഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളും ഒക്കെ കാണുക, നോട്ട്സ് വായിക്കുക. അതേപോലെ തന്നെ പേഴ്സണൽ ലൈഫിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ള കാര്യവും മനസ്സിലാക്കാൻ ശ്രമിക്കുക. വീക്ക് 21 എക്ലക്റ്റിക് കൗൺസിലിങ്ങിനെ പറ്റി പറയുക. ആ ഒരു ടേം തന്നെ നിങ്ങൾക്ക് പുതിയതായിരിക്കും. അപ്പോൾ അതെന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള വീഡിയോ ലെക്ചേഴ്സും അതേപോലെ SLMഉം വാല്യൂ ആഡഡ് നോട്ട്സും ഒക്കെ വായിച്ചതിന് ശേഷം ഒരു സ്വന്തമായിട്ടുള്ള ഒരു രീതിയിൽ ഒരു എക്ലക്റ്റിക് കൗൺസിലിങ്ങിൻ്റെ ഡിഫറെൻ്റ് ആസ്പെക്റ്റിനെ പറ്റി സ്വന്തമായിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ എങ്ങനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും, എൻ്റെ ഒരു കൗൺസിലിംഗ് കരിയർ വരുവാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ ഈ ഒരു ആസ്പെക്റ്റ് എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ അതിന് വേണ്ടി വർക്ക് ചെയ്യും എന്നുള്ള കാര്യമൊക്കെയാണ് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്, അല്ലെങ്കിൽ അതിലാണ് നിങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്യേണ്ടത്. ആ ഒരു എക്ലക്റ്റിക് കൗൺസിലിംഗ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീക്ക് 22 ഫ്യൂച്ചർ ഡയറക്ഷൻസ് ഇൻ കൗൺസിലിംഗ്, അതായത് ഇപ്പോൾ നമുക്ക് ഒരുപാട് ടെക്നോളജി അഡ്വാൻസ്
ആയതുപോലെ ഒരുപാട് ടൈപ്പ് ഓഫ് കൗൺസിലിംഗ്, ഇപ്പോൾ മറ്റേ വീഡിയോ കോൾ വഴി കൗൺസിലിംഗ് ചെയ്യുന്നവരുണ്ട്, ടെലി കൗൺസിലിംഗ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കൗൺസിലിംഗ് പ്രോജക്റ്റുകൾ ഇപ്പോൾ ഡെവലപ്ഡ് ആയി വരുന്നുണ്ട്. അത്തരം ട്രെൻഡുകളെ പറ്റിയും ഇനി ഫ്യൂച്ചറിലുണ്ടാകുന്ന ട്രെൻഡുകളെ പറ്റിയൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ പഠിക്കുന്നത്. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ വീഡിയോ ലെക്ചേഴ്സൊക്കെ കണ്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് തന്നെ ഇതെങ്ങനെ ഈ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ആസ്പെക്റ്റ് ഞാൻ എങ്ങനെ എൻ്റെ കരിയറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു സെൽഫ് ഇവാലുവേഷനും അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഒരു പ്രോജക്റ്റ് നടത്തുന്നതും ഒക്കെ നന്നായിരിക്കും. അതുവഴി ഒരു നിങ്ങൾ തന്നെ ഒരു കൗൺസിലിംഗ് എങ്ങനെ കണ്ടക്ട് ചെയ്യും, അതിനെ എങ്ങനെ സ്ട്രക്ചർ ചെയ്യും, എങ്ങനെ ഓർഗനൈസ് ചെയ്യും എന്നൊക്കെയുള്ള കാര്യം ഈ ഒരു ടൈം പീരീഡോടുകൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതൊരു പേഴ്സണൽ മിഷനായിട്ട് തന്നെ എടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ശ്രമിക്കണം. ഇതോടുകൂടി MPCE 023 ഇൻ്റർവെൻഷൻസ് ഇൻ കൗൺസിലിംഗ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ കംപ്ലീറ്റഡ് ആവും. പിന്നെ നമുക്ക് നോക്കാനുള്ളത് MPCE 046 എന്ന് പറയുന്ന അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജിയാണ്. ഇത് നമുക്കൊരു വീക്ക് 23, 24, 25 കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഏരിയ ആണ്. പക്ഷേ എന്നാൽ പോലും അവിടെയും നമുക്കൊരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം വീക്ക് 23 നമ്മൾ പോസിറ്റീവ് സൈക്കോളജി ഇൻ വർക്ക് പ്ലേസ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്നിട്ടുള്ള ഒരു ഏരിയ ആണ് നോക്കുന്നത്. അവിടെ നമ്മുടെ വീഡിയോസിനകത്തിൽ എങ്ങനെ നമുക്ക് ഈ പോസിറ്റീവ് സൈക്കോളജി ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ ഡിഫറെൻറ്റ് ഹെൽത്ത് കോണ്ടെക്സ്റ്റിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു കാര്യം മനസ്സിലാവും. അതുവഴി ഒരു സെൽഫ് അസസ്മെൻറ്റ് നമ്മൾ നടത്തണം. ഈ പോസിറ്റീവ് സൈക്കോളജി ടൂൾസുകളൊക്കെ നമ്മൾ പഠിക്കും. അതെങ്ങനെ നമ്മുടെ ഒരു പേഴ്സണൽ വെൽബീയിങ്ങിന് യൂസ് ചെയ്യാം, ആ ഒരു പേഴ്സണൽ വെൽബീയിങ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ എൻവയോൺമെൻറ്റും നമ്മുടെ വർക്കിംഗ് എൻവയോൺമെൻറ്റും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ എൻവയോൺമെൻറ്റും ഒക്കെ എങ്ങനെ ഒന്നും കൂടി മനോഹരമാക്കാം എന്നൊക്കെയുള്ള കാര്യം നമുക്ക് ഈ ഒരു വീക്കിൽ നമുക്ക് മനസ്സിലാവും. പിന്നെ വീക്ക് 24 നമ്മൾ പോസിറ്റീവ് സൈക്കോളജി ഇൻ്റർവെൻഷൻസിനെ പറ്റിയാണ് പഠിക്കുന്നത്. അതായത് ഏതൊക്കെ ടൈപ്പ് പോസിറ്റീവ് സൈക്കോളജി ഇൻ്റർവെൻഷൻസ് ഉണ്ട്, അതെങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ അത് മനസ്സിലാക്കുകയും വേണമെന്നുണ്ടെങ്കിൽ അത് 1-2 ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലും ഒക്കെ അപ്ലൈ ചെയ്ത് നോക്കുക. ആ ഒരു പേഴ്സണൽ എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ഈ ഒരു ടൈം പീരീഡിൽ നടത്തുക. നമ്മൾ പഠിച്ചാൽ മാത്രം പോരല്ലോ, ഇത് അപ്ലൈ ചെയ്യുകയും കൂടി വേണ്ടേ, അവിടെയല്ലേ നമ്മൾ സൈക്കോളജിസ്റ്റുകളാവുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു പേഴ്സണൽ എക്സ്പെരിമെൻറ്റും കൂടി ഈ അഡ്വാൻസ്ഡ് പോസിറ്റീവ് സൈക്കോളജി ഇൻ്റർവെൻഷനിൽ നിന്നും ഈ ഒരു ഓവറോൾ കൗൺസിലിംഗ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യവും ഉറപ്പ് വരുത്തുക കേട്ടോ. അതേപോലെ വീക്ക് 25 നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് ആൻഡ് പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയ ആയിരിക്കും കവർ ചെയ്യുന്നത്. അവിടെ നമ്മൾ വീഡിയോ ലെക്ചേഴ്സിലൂടെയും അല്ലെങ്കിൽ SLM വായിക്കുന്നത് വഴിയും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൗ ക്യാൻ വി മാനേജ് അവർ സ്ട്രെസ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റിനെ പറ്റിയും സ്ട്രെസ് മാനേജ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കുകളെ പറ്റിയും അതേപോലെ ഒരു ട്രോമയ്ക്ക് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്തിനെ പറ്റിയും ഒക്കെ ആയിരിക്കും ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു വീഡിയോ ലെക്ചേഴ്സ് കാണുക, അതിൻ്റെ SLM വായിക്കുക, അതുവഴി ഉള്ള ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെ അസൈൻമെൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക, അത് ഡ്രാഫ്റ്റ് ചെയ്യുക, അതിനകത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലാരിഫൈ ചെയ്യുക. അതിനെക്കാട്ടിലൊക്കെ ഉപരി ഈ ഒരു പേഴ്സണലായിട്ടുള്ളൊരു റിഫ്ലക്ഷനും കൂടി നടത്തുക. അതായത് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി, എനിക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഇപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഞാൻ എൻ്റെ ഒരു ഗ്രോത്തിന് വേണ്ടി വർക്ക് ചെയ്യാം, അത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈം പീരീഡിൽ മനസ്സിലാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതോടുകൂടി നമ്മുടെ ഫേസ് 2 തീരുകയാണ്. ഫേസ് 2-ൽ നമ്മൾ 3 അല്ലെങ്കിൽ 4 സബ്ജക്റ്റിൻ്റെയും ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു കോർ കോൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കി. അത് നമ്മൾ പേഴ്സണൽ ലൈഫിലേക്ക് വളരെ കാര്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഒരു വഴിയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളുടെ ഒരു പേഴ്സണൽ ഇമ്പ്രൂവ്മെൻറ്റും അതേപോലെ തന്നെ നാളെ നമ്മളൊരു കരിയറിൽ ചെല്ലുമ്പോൾ ആ ഒരു കരിയറിലും വേണ്ടുന്ന ഇമ്പ്രൂവ്മെൻറ്റിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ടൈം പീരീഡിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ് 2 അതായത് ഒരു സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേജ് 3rd സ്റ്റേജിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ഇത്രയും ഇഫക്റ്റീവായിട്ട് നമുക്ക് പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ടൈം അലോക്കേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ആ ടൈം ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുക്കുകയും കൃത്യസമയത്ത് അത് പോർഷൻസ് പഠിച്ച് മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് സക്സസ്ഫുൾ ആയി എന്ന് പറയാൻ പറ്റുള്ളൂ.
അപ്പം ടൈം കൃത്യമായി അലോക്കേറ്റ് ചെയ്ത് പഠിക്കുക. അതേപോലെ തന്നെ ഒരു ഇൻഡെപ്ത് എക്സ്പ്ലോറേഷൻ നടത്തുക. അതായത് ഒരു ടോപ്പിക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ ആഴത്തിൽ മനസ്സിലാക്കാനും അതിൻ്റെ വിവിധ മേഖലകളെ പറ്റി പഠിക്കാനും ശ്രമിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പേഴ്സണൽ ആപ്ലിക്കേഷൻ. നമ്മുടെ ലൈഫിൽ വളരെ ഇപ്പോൾ കരിയറായിട്ട് കൗൺസിലിംഗ് എടുക്കാൻ തയ്യാറായവരാണ് നിങ്ങൾ എങ്കിൽ ഈ ഒരു പഠിച്ച കാര്യങ്ങളെല്ലാം പേഴ്സണൽ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കേണ്ടതും അത്യാവശ്യമാണ്. കാര്യം എന്നാൽ മാത്രമേ നാളെ നമ്മുടെ മുന്നിൽ ഒരു ക്ലയൻറ്റ് വരുമ്പോൾ നമുക്ക് അവരെ ഡീൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആ ഒരു പേഴ്സണൽ ആപ്ലിക്കേഷൻ കൂടി ഈ ഒരു പ്രോസസ്സിൽ കൂടെ കൊണ്ടുപോകാനും റെഗുലറായിട്ടൊരു റിവ്യൂ നിങ്ങൾ നടത്തണം. അതായത് എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി, ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾ എനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യം റെഗുലറായിട്ടുള്ളൊരു റിവ്യൂവും നടത്തണം എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ നമ്മൾ ഈ ഫേസ് 2 അതായത് 3rd സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഡെപ്ത് നോളജ് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റുകളെ പറ്റി കിട്ടും. ആ ഒരു ഇൻഡെപ്ത് നോളജ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ മാസ്റ്റർ ചെയ്യുന്നത് വഴി നമ്മളുടെ ഒരു കരിയറിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പൊട്ടൻഷ്യലിൽ നമ്മൾ വളരെ വ്യത്യാസം വരുത്തുകയാണ്. ആ ഒരു തിയറിറ്റിക്കൽ നോളജിൻ്റെയും അതേപോലെ ആപ്ലിക്കേഷൻ ലെവൽ നോളജിൻ്റെയും ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കരിയറിലും എക്സൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ബാലൻസിന് വേണ്ടി സ്ട്രൈവ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു ഫേസിൽ അച്ചീവ് ചെയ്യേണ്ട ഒരു ഗോൾ എന്ന് പറയുന്നത്. ഇതോടുകൂടി നമ്മുടെ ഫേസ് 2 കംപ്ലീറ്റ് ചെയ്യണം, അതായത് 3rd സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇതോടുകൂടി നമ്മുടെ ഒരു മേജർ ചങ്ക് ഓഫ് എഫേർട്ടും കഴിഞ്ഞു. പിന്നെ ഇനി വരുന്നത് കംപ്ലീറ്റ് റിവൈസ് ആൻഡ് റിവിഷനാണ്. ഈ ഒരു റിവൈസ് ആൻഡ് റിവിഷൻ സ്റ്റേജിലേക്ക് നമ്മൾ വരുന്നത് ഫേസ് 3 അതായത് ലാസ്റ്റ് സ്റ്റേജാണ്. എക്സാമിനേഷൻ എക്സലൻസ് എന്ന് പറയുന്ന നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയേക്കാണ്. വീക്ക് 26 തൊട്ട് വീക്ക് 36 വരെയുള്ള ഒരു 10 വീക്ക് ലോങ് പ്രൊസീജിയറാണ് ഈ ഒരു എക്സാമിനേഷൻ എക്സലൻസ് എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്യുന്നത്. വേൾഡ് ഫേമസ് ഫുട്ബോൾ പ്ലെയർ പെലെ എന്താ പറഞ്ഞേക്കുന്നതെന്നറിയോ? സക്സസ് ഈസ് നോ ആക്സിഡൻറ്റ്, ഇറ്റ് ഈസ് ഹാർഡ് വർക്ക്, പെർസിവറൻസ്, ലേണിംഗ്, സ്റ്റഡിങ്, സാക്രിഫൈസ് ആൻഡ് മോസ്റ്റ് ഓഫ് ഓൾ ലവ് ഓഫ് വാട്ട് യു ആർ ഡൂയിങ് ഓർ ലേണിംഗ് ടു ഡു. അതായത് സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആക്സിഡൻ്റ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. പകരം നമ്മൾ നമ്മുടെ ഹാർഡ് വർക്കും നമ്മൾ സാക്രിഫൈസ് ചെയ്ത് നമ്മുടെ ഹാർഡ് വർക്ക് കൊടുത്ത് നമ്മൾ പെർസിസ്റ്റൻ്റ് ആയിട്ട് നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ച്, കഷ്ടപ്പെട്ട് മാത്രമല്ല ഇഷ്ടപ്പെട്ട് ചെയ്ത്, നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുന്നത് വഴി നമ്മൾ അക്വയർ ചെയ്തെടുക്കുന്നതാണ് സക്സസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം നമ്മൾ ഇത്രയും വീക്ക് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് വന്നത് നമ്മൾ അത്രയും ആ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സക്സസ്സിലേക്ക് ലീഡ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. അപ്പോൾ ആ ഒരു സക്സസ്സിലേക്ക് ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈനൽ ലാപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഒരു വീക്ക് 26 തൊട്ട് വീക്ക് 36 വരെ നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് റിവിഷനും അതേപോലെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ടും പോവുകയാണ്. ഇപ്പോൾ നമ്മൾ വീക്ക് 26 ടു വീക്ക് 30 വരെ നമ്മൾ ഇൻറ്റൻസീവ് റിവിഷനാണ്. അതായത് എക്സാം ഗൈഡുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇൻറ്റൻസ് റിവിഷനാണ് നമ്മൾ നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് നോക്കാം. വീക്ക് 26ലും 27ലും നമ്മൾ MPCE 021 കൗൺസിലിംഗ് സൈക്കോളജിയുടെ റിവിഷനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും വീഡിയോസ് കണ്ടിട്ട് അന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ലെക്ചേഴ്സ് എല്ലാം ഒന്നും കൂടി റിവ്യൂ ചെയ്യുക, എഴുതി വെച്ച നോട്ടുകളെല്ലാം ഒന്നും കൂടി വായിച്ച് നോക്കുക, കീ തീംസ്, തിയറീസ്, മോഡൽസ് എല്ലാം ഒന്നും കൂടി വായിച്ച് നോക്കുക. അതാണ് മെയിൻലി ചെയ്യേണ്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത്. റിവൈസ് ചെയ്യുക, റിവിഷൻ നടത്തുക എന്നുള്ളതാണ് മെയിൻ അജണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്ന എക്സാം സ്പെഷ്യൽ ഗൈഡുകൾ ഉണ്ടാവും. ആ എക്സാം സ്പെഷ്യൽ ഗൈഡ് അതിനകത്തിൽ പറയുന്ന ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് നോക്കുക. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ്, അവർ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് സോൾവ് ചെയ്യാനും അതിൽ നിന്നും നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ഏതാണ് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കി ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി വെക്കുക ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ.
എന്നുള്ളതാണ് ഈ ഒരു 26 ആൻഡ് 27th വീക്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. പിന്നെ വീക്ക് 28 ആൻഡ് 29 നമ്മൾ MPC 022 അസസ്മെൻറ്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസിൻ്റെ റിവിഷനാണ് നടത്തേണ്ടത്. അവിടെ നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ കീ കോൺസെപ്റ്റ്, മെത്തേഡ്സ് ഓഫ് അസസ്മെൻറ്റ്, കൗൺസിലിംഗ് സ്ട്രാറ്റജീസ് ഒക്കെയാണ് വളരെ ഇഫക്റ്റീവായിട്ട് നമ്മൾ നോക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ ആപ്പിൽ തന്നെയുള്ള ഇഷ്ടംപോലെ ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളും ഒക്കെ എടുക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്തെങ്കിലും അനലൈസ് ചെയ്തിട്ട് അതിനെ ആൻസർ ചെയ്യാനും ഒക്കെ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീക്കിൽ ചെയ്യേണ്ടത്. പിന്നെ വീക്ക് 30 നമ്മൾ ഇൻ്റർവെൻഷൻസ് ഇൻ കൗൺസിലിങ്ങിൻ്റെ റിവിഷൻ ആയിരിക്കും നടത്തുന്നത്. അവിടെയും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇൻ്റർവെൻഷൻ, തെറാപ്പി എന്താണ്, കൗൺസിലിംഗ് ടെക്നിക്കുകൾ എന്താണ് എന്നുള്ള കാര്യത്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതേപോലെ മോക്ക് ടെസ്റ്റുകളും ഒക്കെ എഴുതുക. ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് സോൾവ് ചെയ്യാനും എന്തെങ്കിലും ആൻസർ തെറ്റിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ അത് തിരുത്താനും ഒക്കെ ആയിട്ടാണ് നോക്കേണ്ടത്. പിന്നെ നമ്മൾ വീക്ക് 31 to 33 നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഇപ്പോൾ ഒന്നും കൂടി ഫോക്കസ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി റിവിഷനും ഒക്കെ ഒന്നും കൂടി നമ്മൾ നോക്കാനുണ്ടല്ലേ. അപ്പോൾ വീക്ക് 31 നമ്മൾ പോസിറ്റീവ് സൈക്കോളജിയുടെ റിവിഷനും അതിൻ്റെ ആ ഒരു ഇൻ്റർവെൻഷനെ പറ്റിയും അതിൻ്റെ മെയിൻ ടോപ്പിക്കുകളെ പറ്റിയും ഒക്കെയാണ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 32 നമ്മൾ ഓവറോൾ എല്ലാ കാര്യങ്ങളും ഇതുവരെ നമ്മൾ നോക്കിയത് ഒരു കോംപ്രിഹെൻസീവായിട്ട് നമ്മൾ നമ്മുടെ പേഴ്സണൽ നോട്ട്സുകളും ഒക്കെ ഉപയോഗിച്ച് ഒരു ക്വിക്ക് റിവിഷൻ, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഒന്ന് ഓടിപ്പിടിച്ച് നോക്കുന്നതിനെയാണ് കോംപ്രിഹെൻസീവ് റിവ്യൂ. അതാണ് വീക്ക് 32 നമ്മൾ ചെയ്യുന്നത്. വീക്ക് 33 നമ്മൾ ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. നമുക്ക് തോന്നിയപ്പോൾ ഭയങ്കര പാടായിട്ട് തോന്നിയ സബ്ജക്റ്റ്, അല്ലെങ്കിൽ പാടായിട്ട് എപ്പോഴും മറന്നു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ, കുറച്ച് പോയിന്റുകൾ ഉണ്ടായിരിക്കുമല്ലോ, അതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. പ്രാക്ടിക്കൽ ടെസ്റ്റുകൾ നമ്മൾ എടുത്തപ്പോൾ അത് തെറ്റിപ്പോയ കാര്യങ്ങൾ നോക്കുക. അതേപോലെ ഒരു എക്സാം എഴുതിയപ്പോൾ നമ്മൾ ടൈം മാനേജ്മെൻറ്റ് നമ്മുടെ കറക്റ്റാണോ, എങ്ങനെ ഒരു ആൻസറിനെ സ്ട്രക്ചർ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യമാണ് ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ വീക്ക് 34 to 36 നമ്മൾ മോക്ക് എക്സാംസ് മാക്സിമം അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. സെൽഫ് അസസ്മെൻറ്റ്, അതായത് നമ്മളൊരു എക്സാം എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് എല്ലാം മറ്റേ ഈ എക്സാം എഴുതി, ഞാൻ മോക്ക് എക്സാം എഴുതി എന്നുള്ള രീതിയിൽ വിചാരിക്കാതെ അതൊന്ന് റിവ്യൂ ചെയ്യുക. എത്ര ക്വസ്റ്റ്യൻസ് കറക്റ്റായി, എന്തൊക്കെ ഇനി ശരിയാക്കാനുണ്ട് എന്നുള്ള രീതിയിൽ നോക്കാം. അപ്പം വീക്ക് 34 നമ്മളൊരു മോക്ക് എക്സാം എടുക്കുന്നു, അതായത് ഒരു ഫുൾ ലെങ്ത് മോക്ക് എക്സാം എടുക്കുന്നു എല്ലാ കോഴ്സിൻ്റെയും. അത് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു എക്സാം ഹാളിലിരുന്ന് ചെയ്യുകയാണ് എന്നുള്ളൊരു മനസ്സോടെ വീട്ടിലിരുന്ന് ചെയ്യുക. കൃത്യമായി ടൈമൊക്കെ ഫോക്കസ് ചെയ്ത് നോക്കി ടൈമിന് തന്നെ ആൻസർ എഴുതി സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. വീക്ക് 35 നമ്മൾ ഈ ഒരു ആദ്യം നടത്തിയ മോക്ക് എക്സാമിൻ്റെ കുറവുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് വീക്ക് 35 നമ്മളൊരു രണ്ടാമത്തെ മോക്ക് എക്സാം എടുക്കുക. അവിടെയും നമ്മൾ നമ്മുടെ ആക്യുറസിയും സ്പീഡും ടൈം മാനേജ്മെൻറ്റും ഒക്കെ നോക്കിയതിന് ശേഷം കൂളായിട്ടിരിക്കുക പിന്നെ എന്നുള്ളതാണ്. പിന്നെ വീക്ക് 36 നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നും കൂടി വായിച്ച് നോക്കി മനസ്സിലാക്കി എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് വീക്ക് 36 നമ്മുടെ പ്രധാനമായ ഗോൾ എന്ന് പറയുന്നത്. ഈ ഒരു ഫേസ് 3, അതായത് ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തുമ്പോഴും നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ മെയിൻ സ്ട്രാറ്റജി എന്തായിരിക്കും എന്ന് വെച്ചാൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു റിവിഷനാണ്. അതായത് വലിയൊരു സബ്ജക്റ്റിനെ നമ്മൾ കീറി മുറിച്ച് കുഞ്ഞി ടോപ്പിക്കുകളാക്കി, അല്ലെങ്കിൽ കുഞ്ഞി സബ് ടോപ്പിക്കുകളാക്കി വെച്ചിട്ടുണ്ട്. അത് ഓരോന്നും പയ്യെ പഠിക്കുക, അല്ലെങ്കിൽ പഠിച്ചത് തന്നെ ഒന്നും കൂടി റിവൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതേപോലെ തന്നെ ആക്റ്റീവായിട്ട് റീകോൾ ചെയ്യുക. നമ്മൾ പഠിച്ച് എന്നോ വായിച്ചു പോയതല്ലാതെ ഒന്നും കൂടി ആ ഒരു സബ്ജക്റ്റിനെ വീണ്ടും മനസ്സിലാക്കാനും ഒന്നും കൂടി എല്ലാം ഓർത്തെടുക്കാനും ശ്രമിക്കുക. അതേപോലെ തന്നെ ഇഫക്റ്റീവായിട്ടുള്ള ടൈം മാനേജ്മെൻറ്റ് സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എക്സാമിന് എങ്ങനെ ഒരു അലോക്കേറ്റഡ് ടൈമിൽ എങ്ങനെ ആൻസർ എഴുതി വരണം, എത്രത്തോളം ആൻസർ എഴുതണം, എങ്ങനെ എഴുതിയാൽ അത് ഭംഗിയാവും എന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു ടൈം മാനേജ്മെൻറ്റ് സ്കില്ലും ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ഈ ഒരു ഫേസിൽ ശ്രമിക്കണം. ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ ഒരു ഹെൽത്തി ബാലൻസ്, അല്ലെങ്കിൽ സ്റ്റഡീസും അതേപോലെ നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫും തമ്മിലുള്ള ഒരു ഹെൽത്തി ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനോ അതുവഴി ഒരു ഓവറോൾ വെൽബീയിങ്ങിൽ നമ്മൾ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫേസ് 3 നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാര്യം നമ്മുടെ ഹെൽത്ത് ഓക്കെ ആയിരുന്നാൽ തന്നെ പകുതി കാര്യങ്ങൾ റെഡി ആയി എന്നല്ലേ.
അപ്പോൾ ആ ഒരു രീതിയിൽ ഹെൽത്തിലും മെൻ്റൽ ഹെൽത്തിലും ഫിസിക്കൽ ഹെൽത്തിലും ഒക്കെ ഫോക്കസ് കൊടുത്ത് ഈ ഒരു റിവിഷൻ ഒന്നുകൂടി ഊർജിതമാക്കി നമ്മുടെ പോരായ്മകളെല്ലാം പരിഹരിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫേസ് ഉള്ളത്. ഈ ഒരു ഫേസും കൂടി നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് വഴി നിങ്ങൾ എക്സാമിന് റെഡിയാണ്. ഇനി എക്സാമിന് പോയി അങ്ങ് എഴുതിയാൽ മതി. ആ ഒരു രീതിയിലേക്ക് അത്രയും പ്രിപ്പയർഡായിട്ട് നമ്മുടെ ഒരു ഇത്രയും നാൾ നമ്മൾ ചെയ്ത ആ ഒരു ഹാർഡ് വർക്ക് ഒരു അവസാന സ്റ്റേജിലേക്ക് എത്തി നിൽക്കുകയാണ്. അതുവഴി നമുക്ക് ഒരു സക്സസ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഫൈനൽ സ്റ്റേജിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടൈം ബൗണ്ടഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ടൈം ലൈൻ നമ്മൾ സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഏകദേശം ഒരു ജാനുവരി മാസം തീരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പ്രിപ്പറേഷൻ ഫേസിലൂടെ കടന്നു പോകാം. എന്തൊക്കെ കോഴ്സിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഏപ്രിൽ ലാസ്റ്റ് വീക്കോടുകൂടി നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ എല്ലാ ചാപ്റ്ററിൻ്റെയും ആദ്യത്തെ 2 ബ്ലോക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അസൈൻമെൻറ്റ്സും ഏകദേശം അതുവരെയൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഏപ്രിൽ തൊട്ട് ഏകദേശം ഒരു കുറച്ച് മാസവും കൂടി ഒരു ജൂൺ അല്ലെങ്കിൽ ഒരു ജൂലൈ പകുതി ആവുമ്പോഴേക്കെത്തി ഒരു കോൺസെപ്ച്വൽ കമാൻഡ് എന്ന് പറയുന്നത് ഇൻഡെപ്ത് ആയിട്ട് മറ്റൊരു സബ്ജക്റ്റ് എല്ലാ സബ്ജക്റ്റുകളുടെയും ബാക്കി വന്ന പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനും അസൈൻമെൻറ്റ്സ് കംപ്ലീറ്റ് ഏറെക്കുറെ എല്ലാമായി അതിൻ്റെ ഒരു റിവ്യൂവും അനാലിസിസും ഒക്കെയാണ് നിങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ജൂലൈ പകുതിയൊക്കെ കഴിയുമ്പോഴേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ജോലികൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ ചെയ്താൽ മതി. അതായത് പിന്നെ ഒരു ഓഗസ്റ്റ് മാസം തൊട്ട് പിന്നെയുള്ള അടുത്ത ഒരു ഡിസംബർ അല്ലെങ്കിൽ ഒരു നവംബർ ഒക്കെ ആകുമ്പോഴേക്കത്തിൽ തന്നെ നിങ്ങൾ മാക്സിമം എല്ലാ സബ്ജക്ട്സും കവർ ചെയ്ത് വരും. ആ ഒരു റിവിഷനും കൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഒരു ഓവറോൾ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു. അതോടുകൂടി നമ്മളുടെ വലിയ ടാസ്ക് കഴിയുകയാണ്. ഈ ഒരു ഓവറോൾ പ്രോസസ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്തിൽ ആദ്യം വരുന്നൊരു കാര്യമാണ് അസൈൻമെൻ്റ് എന്ന് പറയുന്നത്. അസൈൻമെൻറ്റ് കൃത്യമായിട്ട് എഴുതുക. ഈ അസൈൻമെൻറ്റ് നമ്മൾ എഴുതുമ്പോഴും അതിനും കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ വേണം. ആ ഒരു പ്ലാനിനെ പറ്റി ഞാനൊന്ന് പറയാം. ആദ്യം നമ്മുടെ ഫേസ് 1 ഫൗണ്ടേഷൻ ഫോർട്ടിഫിക്കേഷൻ്റെ ടൈമിൽ, അതായത് വീക്ക് 2 തൊട്ട് വീക്ക് 13 വരെയുള്ള ആ ഒരു ടൈമിൽ നമ്മൾ കൂടുതലും നമ്മുടെ കോഴ്സ് കണ്ടൻറ്റുമായിട്ട് ഫെമിലർ ആവാനായിരിക്കും നമ്മൾ ശ്രമിക്കുക. പക്ഷേ അന്നേരം പോലും നമ്മുടെ ഈ അസൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. വീക്ക് 2 to 4 നമ്മുടെ MPCE 021 കൗൺസിലിംഗ് സൈക്കോളജിക്കൽ ബേസിക്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ വരുന്ന അസൈൻമെൻറ്റിനെ പറ്റി കൂടുതൽ ഫോക്കസ് ചെയ്യാനും അത്തരം കാര്യങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആ ഒരു ആൻസർ എങ്ങനെയാണ് വരേണ്ടതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. വീക്ക് 5 to 7 MPCE 022 അസസ്മെൻറ്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അതിനകത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. വീക്ക് 8 to 10 MPCE 023 ഇൻ്റർവെൻഷൻസ് ഇൻ കൗൺസിലിങ്ങിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻസും അതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ വീക്ക് 11 to 13 പോസിറ്റീവ് സൈക്കോളജിയുടെയും ഇതേപോലെ അസൈൻമെൻറ്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കുക. പിന്നെ ഫേസ് 2 വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യാനും റൈറ്റിങ്ങിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ആദ്യം നമ്മുടെ വീക്ക് 14 to 17 നമ്മൾ ആദ്യമേ നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പയ്യെ ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതാനും അത് കളക്ട് ചെയ്യാനും ഒക്കെ നോക്കുക. വീക്ക് 14 to 17 ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയാണ് വരേണ്ടത്, ഈ ഒരു ടോപ്പിക്കിനകത്തിൽ അവരെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഏത് ആൻസറാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വീക്ക് 14 to 17 നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നീട് വീക്ക് 18 to 20 നമ്മൾ ഈ ആൻസേഴ്സിനെ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്. എങ്ങനെ ആൻസർ എഴുതണം അല്ലെങ്കിൽ എത്രത്തോളം എഴുതണം എന്നൊക്കെയുള്ള കാര്യം റഫായിട്ടുള്ള ഒരു അസൈൻമെൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു വീക്ക് 18 to 20 നിങ്ങളത് മാക്സിമം ചെയ്യുക. വീക്ക് 21 to 23 നമ്മൾ റിവ്യൂ ആൻഡ് റിഫൈനിങ് നടത്താൻ, ഞാൻ എഴുതിയ ആൻസറുകൾ കറക്റ്റാണോ, ഇനി എന്തെങ്കിലും കോൺസെപ്റ്റ് ആഡ് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും ക്ലാരിറ്റി വരുത്താനുണ്ടോ, ഞാൻ പറഞ്ഞ ആർഗ്യുമെൻ്റ് ഒക്കെ കറക്റ്റാണോ എന്നുള്ള രീതിയിൽ ഒരു അസൈൻമെൻറ്റിനെ സ്ട്രക്ചർ ചെയ്യാനും അതിൻ്റെ ആ ഒരു ആർട്ടിക്കുലേഷനും കാര്യങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്.
വീക്ക് 24 to 25 നിങ്ങൾക്ക് ഫൈനൽ റിവ്യൂ നടത്തി ഇപ്പോൾ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫിഗറോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്നൊക്കെയുള്ള കാര്യം ഉറപ്പ് വരുത്തിയിട്ട് അത് സബ്മിറ്റ് ചെയ്യാം. അതുവഴി നമ്മുടെ അസൈൻമെൻ്റ് എന്ന് പറയുന്ന വലിയൊരു കടമ്പയും കഴിയും. ഈ ഒരു അസൈൻമെൻറ്റ് റൈറ്റിംഗ് പ്രോസസ്സിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് ഈ കൊടുത്തേക്കുന്നത്. ഒരു ആദ്യമേ തന്നെ ഫസ്റ്റ് വീക്ക് തന്നെ കയറി അസൈൻമെൻ്റ് ഒന്നും എടുത്ത് നോക്കി ടെൻഷൻ അടിക്കാതെ ഒരു 14th വീക്ക്, അതായത് നമ്മൾ പഠിച്ച് കുറച്ചായി കഴിഞ്ഞതിന് ശേഷം മാത്രം അസൈൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ മതി. പഠിച്ചൊരു 14th വീക്കിൽ അസൈൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് അസൈൻമെൻറ്റ് എഴുതി തീർക്കാനായിട്ട് പറ്റും. 14th വീക്കിൽ നമ്മൾ അസൈൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ വീക്ക് 14 to 17 നമ്മൾ റിസർച്ച് ഗ്യാദർ ചെയ്യാനും നമ്മുടെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് അസൈൻമെൻറ്റ് എഴുതി തുടങ്ങേണ്ടത് ഒരു വീക്ക് 18 to 20 എങ്ങനെയാണ് അസൈൻമെൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോൾ അറിയാം എന്നൊക്കെയുള്ള രീതിയിൽ ഒന്ന് എഴുതി തുടങ്ങുക ഒരു 18th വീക്ക് കഴിയുമ്പോൾ തൊട്ട്. പിന്നെ ഒരു എഴുതി കഴിഞ്ഞ് 21st 23rd വീക്ക് ആവുമ്പോഴേക്കെത്തി നമ്മൾ ആ എഴുതിയ ആൻസേഴ്സിനെ ഒന്ന് റിവ്യൂ ചെയ്യുക, ഇനി എന്തെങ്കിലും മാറ്റം വരുത്താനുള്ളത് വരുത്തുക. പിന്നെ ഒരു 24th അല്ലെങ്കിൽ ഒരു 25th വീക്ക് ആവുമ്പോഴേക്കെത്തി നമുക്ക് റിവ്യൂ ചെയ്ത് അത് സബ്മിറ്റ് ചെയ്യാനായിട്ടും പറ്റും. എപ്പോഴും എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളൊരു ടിപ്പ് എന്താണ് എന്ന് വെച്ചാൽ, അസൈൻമെൻറ്റ് കൃത്യമായിട്ട് എഴുതി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇച്ചിരി നേരത്തെ തുടങ്ങുക. അതായത് ഏറ്റവും ലാസ്റ്റ് മന്തിലെല്ലാം ഇരുന്ന് എഴുതി തീർക്കാൻ നിൽക്കാതെ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ അസൈൻമെൻറ്റ് എഴുതി തീർക്കാനായി അല്ലെങ്കിൽ അസൈൻമെൻറ്റ് എഴുതി തുടങ്ങാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നമ്മൾ ലാസ്റ്റ് ആവുമ്പോഴേക്കത്തെ അതിൻ്റെ ഒരു ക്വാളിറ്റിയിൽ അത് കുറഞ്ഞു പോകാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട്. അതേസമയം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അത് കൂടെ എഴുതി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി അഷ്വേർഡാണ്. ആ ഒരു രീതിയിൽ ശ്രമിക്കുക. അതിന് അങ്ങനെ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഗനൈസ്ഡ് ആയിരിക്കണം. അപ്പോൾ ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് നമ്മുടെ നോട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ എഴുതുന്നുണ്ട്, ആ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു രീതിയിൽ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിലും വളരെ നന്നായിരിക്കും. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ ക്വസ്റ്റ്യനും ഡിമാൻഡ് ചെയ്യുന്ന ഉത്തരം എന്താണ് എന്ന് മനസ്സിലാക്കി ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കുക. അതേപോലെ നമ്മൾ വീഡിയോ ലെക്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ നോട്ട്സുകൾ വായിക്കുന്നു, അതെല്ലാം അസൈൻമെൻറ്റിൻ്റെ ആ ഒരു പ്രോസസ്സിലും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഇപ്പോൾ വീഡിയോ ലെക്ചേഴ്സ് കാണുമ്പോൾ നമുക്ക് ആ അസൈൻമെൻറ്റ് ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തൊരു പോർഷനാണിത്, അല്ലെങ്കിൽ ഇത് വായിക്കുന്ന സമയത്ത് അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ പ്രൂഫ് റീഡ് ചെയ്യുക. നമ്മൾ വെറുതെ ഇങ്ങനെ എഴുതി പോവാതെ എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്കോ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഒന്നും കൂടി ഇപ്പം ക്വാളിറ്റി അഷ്വർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് തന്നെ പോവുക. അതേപോലെ എപ്പോഴും ഇഗ്നോൻ്റെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്ത് മാത്രം അസൈൻമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് മെയിൻലി പറയാൻ. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മുടെ അസൈൻമെൻറ്റ് വളരെ ഒരു ക്വാളിറ്റി ഉള്ളതായി തീരും. ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും നിങ്ങളുടെ സ്റ്റഡീസ് സെൻറ്ററിൽ നിന്ന് തരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെപ്പറ്റി ഒന്നും പറയാത്തത്. അതും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇപ്പോൾ എന്തെങ്കിലും ഒരു ടോപ്പിക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ എക്സ്പെരിമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും സ്റ്റഡി സെൻറ്റർ നിങ്ങൾക്ക് തരും. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റെക്കോർഡ് ചിലപ്പോൾ വെക്കാനുണ്ടായിരിക്കും. അതും നിങ്ങൾ സ്റ്റഡി സെൻറ്ററിൽ തന്നെ ആയിരിക്കും കൊണ്ടുവെക്കുകയൊക്കെ ചെയ്യുന്നത്. അവർ അതിന് വേണ്ടുന്ന ഗൈഡ് ലൈൻസ് ഒക്കെ നിങ്ങൾക്ക് തരുകയും ചെയ്യും. പിന്നെ ഇത് നിങ്ങളുടെ ഒരു സ്റ്റഡി പ്ലാനറാണ് കേട്ടോ. അതായത് ഒരു ആഴ്ചയിൽ 7 ദിവസം ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് വരച്ച് വെക്കുകയോ ചെയ്തിട്ട് ഓരോ ദിവസവും നിങ്ങൾ എന്തൊക്കെ കണ്ടു അല്ലെങ്കിൽ എത്രത്തോളം ടൈം നിങ്ങൾ അലോക്കേറ്റ് ചെയ്തു ഓരോന്നിന് വേണ്ടിയിട്ടും എന്നുള്ള രീതിയിലൊന്ന് മനസ്സിലാക്കുക. അത് നമ്മുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്നൊക്കെയുള്ള കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു സ്റ്റഡി പ്ലാനർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ പിന്നെ ഒരെണ്ണമാണ് പ്രോഗ്രസീവ് ട്രാക്കർ എന്ന് പറയുന്നത്. ഈ പ്രോഗ്രസീവ് ട്രാക്കർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ സബ്ജക്റ്റുകൾ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഓരോ സബ്ജക്റ്റിന് നേരെയും ഇങ്ങനെ കംപ്ലീറ്റഡ്, അണ്ടർസ്റ്റാൻഡിങ്, കംഫർട്ട്, നീഡ്, റിവ്യൂ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോക്സിൽ നിങ്ങൾ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിന് നേരെ ചെന്ന്
വൈ എന്ന് എഴുതുക. അതായത് ഞാനത് കംപ്ലീറ്റ് ചെയ്തു, യെസ് കംപ്ലീറ്റഡ് എന്നുള്ള രീതിയിൽ. ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എൻ എന്ന് ഇടുക. അതേപോലെ തന്നെ ഇപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു സബ്ജക്റ്റ്, ഇപ്പോൾ കൗൺസിലിംഗ് സൈക്കോളജിയുടെ യൂണിറ്റ് 1 അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ വൈ എന്ന് എഴുതുക. എന്നിട്ട് അവിടെ എനിക്ക് എന്തോരം കാര്യങ്ങൾ മനസ്സിലായി, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു യൂണിറ്റിൽ എത്രയാണ്, 1 to 5 എനിക്കെല്ലാം മനസ്സിലായി, എനിക്കതിനകത്ത് വലിയ ഡൗട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു 5 മാർക്സ് തന്നെ കൊടുക്കുകയാണ്. കംഫർട്ട് ലെവൽ നോക്കുകയാണ്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ എത്രത്തോളം ഈസി ആയിട്ട് ആ ക്വസ്റ്റ്യൻ എഴുതും എന്നുള്ളതിന് നമ്മൾ ആ ഒരു നമ്മുടെ ആ ഒരു മനസ്സിലായ ആ ഒരു കാര്യത്തെ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കംഫർട്ട് ലെവലിനെയാണ് നമ്മളവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പം അവിടെയും നമ്മൾ ഒരു 5 മാർക്ക് കൊടുക്കുകയാണ്. നീഡ് റിവ്യൂ എന്നുള്ള രീതിയിൽ, അതായത് ഇനിയും വീണ്ടും ആ ഒരു പോർഷൻ നോക്കണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ഞാൻ ഇഫക്റ്റീവായിട്ട് നോക്കിയിട്ടുണ്ട്. ഇനി അവിടെ റിവിഷൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ എൻ എന്ന് കൊടുക്കാം, അതായത് നോ റിവ്യൂ നീഡഡ് എന്നുള്ള രീതിയിൽ. അല്ല ഇച്ചിരി പാടുള്ള ഒരു ഏരിയ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ യെസ് എന്ന് കൊടുക്കുക, അതായത് റിവ്യൂ വേണം എന്നുള്ള രീതിയിൽ. അപ്പം നമുക്ക് പിന്നീട് അടുത്ത ഒരു ആഴ്ച എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു പോർഷനിൽ എനിക്ക് അതൊന്നും കൂടി നോക്കാനുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ നമുക്കത് മനസ്സിലാവുന്നത് വഴി അത് റിവിഷനും നമ്മളെ വളരെ സഹായിക്കും. ആ ഒരു രീതിയിൽ പഠനത്തെ സ്ട്രക്ചർ ചെയ്യാനായിട്ട് ഈ 2 ഒന്ന് വീക്ക്ലി സ്റ്റഡി പ്ലാനറും അതേപോലെ ഈ പ്രോഗ്രസ് ട്രാക്കറും നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഫക്റ്റീവ് ആവും എന്നുള്ള രീതിയിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സോ I wish you all of you a very happy learning. Thank you. ഓക്കെ, സോ വെൽക്കം ബാക്ക്. അപ്പോൾ MA കൗൺസിലിംഗ് സൈക്കോളജി 2ാം വർഷത്തിന്റെ ഇഗ്നോ സൂപ്പർ സ്റ്റഡി പ്ലാൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ലേൺ വൈസ് ഫാക്കൽറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഈ ഒരു സൂപ്പർ സ്റ്റഡി പ്ലാനിന് നിങ്ങൾ വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതേ രീതിയിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള സൗകര്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ ഒരു സൂപ്പർ സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷയിലും മറ്റും വളരെ വലിയ രീതിയിലുള്ള ഒരു വിജയം കൈവരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ ഇഗ്നോ സൂപ്പർ സ്റ്റഡി പ്ലാനുമായിട്ട് ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.